അവിടെ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. ഒരു കോഴിക്കച്ചവടം നടത്തുന്ന ആളാണ്. അയാളെ വീടിൻ്റെ കോഴിപ്പീടിൻ്റെ ബാക്കിൽ ഒരു പൊട്ടക്കിണറുണ്ട്. 10-20 കൊല്ലമായിട്ട് അവിടെ കച്ചവടം നടത്തുന്ന ആളാണ് അയാൾ. എന്നും രാവിലെയും വൈകുന്നേരം എൻ്റെ മുന്നിൽ കൂടെയാണ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും വരലൊക്കെ. ഒരു നാടൻ കോഴി അയാളെ കൂട്ടുന്ന് ചാടി അയാൾ ഓടിപ്പോയി. അയാൾ അതിൻ്റെ പിന്നാലെ കൂടി അയാൾ കോയും കൂടി കിണറ്റിക്ക് പോണ്. അയാൾ കഴുത്തൊടിഞ്ഞ് വളരെ ഗുരുതരമായി കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട് വാരിയല്ലുകളൊക്കെ പൊട്ടി ലങ്സിലൊക്കെ ബ്ലഡ് കയറി ശ്വാസം അയക്കാൻ പറ്റാണ്ട് അയാളിങ്ങനെ കാഷ്വാലിറ്റി കിടക്കുക. അപ്പോൾ ഡോക്ടർമാരൊക്കെ കൂടി ഇങ്ങോട്ട് പ്രയാസപ്പെട്ട് ഇയാളെ റെഡിയാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ബദ്ധപ്പാടൊക്കെ കൂടി നെഞ്ച് തുളച്ച് ട്യൂബിട്ട് രക്തം എടുക്കുന്നുണ്ട്, ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, ആകെ ജഗപ്പൊക്കെയാണ്. അപ്പോൾ ഇയാൾ എന്നോട് ചോദിക്കുകയാണ്, ഡോക്ടറെ ഞാൻ ബാക്കിയാവില്ല എന്നാ തോന്നുന്നില്ല, ഇതൊക്കെ കൂടി കണ്ടിടിച്ച് പേടിയുണ്ട്, ഞാൻ ബാക്കിയാവും എന്നൊക്കെ തോന്നില്ല, ആകെ ഒരാഗ്രഹമുള്ളൂ, ഞാൻ ഇവിടെ അടുത്ത പെണ്ണെട്ടിയത്, കുറേ വൈകി കല്യാണം കഴിച്ച് എൻ്റെ കുട്ടിക്ക് മൂത്ത കുട്ടിക്ക് ആകെ 3 വയസ്സായിട്ടുള്ളൂ, അതിനൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ അതിൻ്റെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞ് അതിനെ കൊണ്ടുവന്ന് കണ്ട് കുറച്ച് കഴിഞ്ഞേക്ക് എന്നോട് പറഞ്ഞു, നോക്ക് മരിക്കാനൊക്കെ പേടിയില്ല, എന്തായാലും ഒരു ദിവസം മരിക്കും, ആ കുട്ടീനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. കുട്ടീനെ കണ്ട് കുറച്ച് കഴിഞ്ഞേക്ക് അയാൾ മരിച്ചു. പക്ഷെ ആ സംഭവം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കാനുള്ള കാരണം ഒന്നയാളെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, അയാൾ 10-20 കൊല്ലമായിട്ട് പീഡിയ നടത്തുന്ന ആളാണ്. അയാളെ ബാക്കിൽ പൊട്ടക്കിണറുണ്ട് എന്ന് അയാൾക്കറിയാം. ഒരു പൊട്ടക്കിണർ കാലങ്ങളായിട്ട് അവിടെ ഉള്ളതാണ്, അയാൾക്ക് അറിയണതുമാണ്. അയാൾ അതിൻ്റെ രാവിലെ അതിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന മനുഷ്യൻ ഇന്ന് ഞാനിത് ഈ വീണ് മരിക്കുമെന്ന് അയാൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം നമ്മളൊക്കെ ഒരു ദിവസം ഇവിടുന്ന് പോകും. അത് പറഞ്ഞപ്പോൾ അന്ന് ഒരു സംഭവം കൂടി അതിൻ്റെ ചേർത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ കാഷ്വാലിറ്റിയിൽ ഒന്നിങ്ങനെ ഭയങ്കരമായി ഈ സീന് നടക്കുമ്പോൾ ഒരു അയൽവാസി വന്നിട്ട് ചോദിച്ചു, അയാളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ വെൻറ്റിലേറ്ററൊക്കെ വേണ്ടി വരും, പിന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിയാലും കയ്യും കാലൊക്കെ തളർന്ന് കിടക്കുള്ളൂ, അതിന് രക്ഷപ്പെടാൻ സാധ്യതയല്ല, ഒരു ചലനശേഷി ഇല്ലാത്തൊരു മനുഷ്യനെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ രക്ഷപ്പെടുത്തിയാലും. അപ്പോൾ അയാളിനോട് പറഞ്ഞു, പൈസ എത്രയും ചിലവാക്കാം, ഞങ്ങൾ നാട്ടുകാരുണ്ട്, പിരിച്ചുകൊണ്ട് തരും, കാശ് നിങ്ങൾ നോക്കരുത്, അയാളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ അത്രയും അപകടസ്ഥിതിയാണെങ്കിൽ നമ്മൾ വെൻറ്റിലേറ്ററിലൊക്കെ ഇട്ടിപ്പോൾ അയാളെ രക്ഷപ്പെടുത്തണം, അയാളെ ജീവിച്ചാലും അയാളെ ജീവിതം ഭയങ്കര പ്രയാസകരമായിരിക്കും, മരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതല്ല അയാൾക്ക് ഹൈറ്. അപ്പോൾ അയാൾ ചെക്കനോട് പറഞ്ഞു, ചെക്കനാ കുറച്ച് അധികം പ്രായമൊന്നുമില്ല, ഓ പറഞ്ഞാൽ എന്താ അറിയോ, ആ കുട്ടിക്ക് ആ ബാപ്പാനെങ്ങനെ കണ്ടൂടെ മരിച്ചോളൂ, കജ്ജും കാലും ഇളകിയിട്ടില്ലെങ്കിൽ എന്താ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അയാൾ ഒരിക്കലും പ്രതീക്ഷയാണ്, മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചോളൂ, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ജീവിതത്തിൽ നമുക്കൊക്കെ വരും, മരിക്കണീൻ്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയിൽ തട്ടി നമ്മളും ഇതേപോലെ നിൽക്കും, നമ്മളൊക്കെ ഒരു ദിവസം തിരിച്ചു വിളിക്കപ്പെടും. അത് യാതൊരു ആകെ ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളൊക്കെ മരിച്ചു എന്നുള്ളത്. അതെങ്ങനെയാവുന്ന ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ ഒരു ചെറിയ കാലഘട്ടം നമ്മൾ ഈ ജനിച്ച് ഘട്ടം ഘട്ടങ്ങളായി അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന് ബുദ്ധിയൊക്കെ നൽകി ഈ ഒരു അള്ളാഹുവിൻ്റെ ഒരു വിളിക്കുത്തരം നൽകി പെട്ടെന്ന് യാത്ര അവസാനിപ്പിച്ച് ഒരു ദിവസം നമ്മൾ പോവുകയും ചെയ്യും. ഈ ചെറിയൊരു കാലഘട്ടം എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്? അതിനാണ് നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും സീരിയസ് ആയ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നാളെ ശമ്പളം കിട്ടൂലേന്നോ? ഇവിടെ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെമായി തകർച്ചയിലാണ്. ഈ മാസത്തെ ശമ്പളമൊക്കെ കുറച്ച് വൈകിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ പിരിച്ചുവിടാൻ പോവുകയാണ്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. നാളെ ശമ്പളം കിട്ടുമെന്ന് അറിയില്ല. അതിനേക്കാളൊക്കെ വലിയൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? നമുക്ക് യാതൊരു അധികാരമോ നിയന്ത്രണമോ ഇല്ലാത്ത ഈ ജീവിതത്തിൽ നമ്മൾ തിരിച്ചു വിളിക്കപ്പെടുമ്പോൾ നമ്മൾ മടങ്ങും ചെയ്യും. കുറേ ആളുകൾ വളരെ നല്ല അവസ്ഥയിലും കുറേ ആളുകൾ വളരെ ഇടങ്ങേറായിട്ടൊക്കെ ജീവിക്കുന്ന ഈ അസമത്വങ്ങളൊക്കെ നിലനിൽക്കുന്ന സുഖം ദുഃഖങ്ങളൊക്കെ, അതായത് ജീവിക്കാൻ വേണ്ടി ഞാൻ ഈ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുമ്പോൾ, ഇപ്പം അതൊരു ബിസിനസ്സാണല്ലോ നിങ്ങൾക്കറിയാം. ഈ ആദ്യം ഒന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒന്ന് +2 വരെ എൻട്രൻസ് കോച്ചിങ്, അത് കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടിയാലും മെഡിസിൻ കിട്ടിയാൽ പിന്നെ MBBS കഴിഞ്ഞാൽ അടുത്ത PGക്കുള്ള പിന്നെയൊരു എൻട്രൻസ്. ഇതൊക്കെ ഇപ്പോൾ ഓരോ ബിസിനസ്സാണ്.
അപ്പോൾ നമ്മൾ കോട്ടയത്താണ് അന്ന് വലിയ കോച്ചിങ്ങൾ. ഇപ്പോൾ ഇവിടെ കുട്ടികൾ പാലേക്കൊക്കെ പോണാരി. അപ്പോൾ അന്ന് സുബൈക്ക് അവിടെ വന്ന് രാത്രി പോയി സുബൈക്ക് അവിടെ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ എടുത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഒരാൾ ഇങ്ങനെ ഓടുണ്ട് റോഡ് സൈഡ് കൂടെ സുബൈൻ്റെ. നമ്മുടെ നാട്ടിലൊക്കെ സുബൈ കഴിഞ്ഞാൽ നടക്കണ ഓടണമൊക്കെ കാണാം. പക്ഷെ സുബൈൻ്റെ മുമ്പ് ഓടണം ഞാൻ ആദ്യമായിട്ട് കാണണമെന്ന്. സുബൈൻ്റെ മുമ്പ് തന്നെ റോട്ടിൽ കൂടെ വലിയ പള്ളൊക്കെ ആയിട്ട് ഒരാൾ. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അയാൾ താമസിക്കണ വീടിൻ്റെ അടുത്താണ് ഞാൻ എൻ്റെ ലോഡ്ജ്, ഞാൻ പഠിക്കണ ലോഡ്ജ്. അപ്പോൾ അതുകൊണ്ടാണ് അയാളെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ അവിടെ നിർത്താൻ വേണ്ടി പോകുമ്പോൾ ഇയാളിങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു അയാളെ പള്ളയൊക്കെ ഉണ്ട്, ഓരോരുത്തർ തിന്ന് തേച്ചാൻ വേണ്ടിയാണ് പോയാണ്, നമ്മളിവിടെ തിന്നാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നേരത്തെ പോയത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അയാൾ ജീവിക്കാൻ വേണ്ടിയാണ് സുബൈൻ്റെ മുമ്പ് ഓട്ടോറിക്ഷ എടുത്ത് ഇറങ്ങിയത്. മറ്റാൾ ഉറക്കത്തുനിന്ന് നീച്ച് വന്നത് ഈ പള്ള കുറക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനാണ്. ഇത് എൻ്റെ മനസ്സിൽ നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ അയാൾ കുറച്ച് ദിവസം കഴിഞ്ഞേക്ക് ഒരു KSRTC ബസ് കുത്തി മരിച്ചു. ഈ ഓടാൻ പോയ ആൾ അത് കാണാനല്ല, ഓടാൻ പോയിട്ട് രാവിലെ കാണാനല്ല, തിരഞ്ഞു നോക്കുമ്പോൾ ഒരു അരിച്ചാൽ കിടക്കുന്നുണ്ട്, വണ്ടി കുത്തി തെറിപ്പിച്ചിട്ടും പോയി. അപ്പോൾ അയാൾ പറഞ്ഞ വാക്കിൻ്റെ മനസ്സിലിരിക്കാനുള്ളൊരു കാരണം അതാണ്. കുറച്ച് ആൾക്കാർ തിന്നാൻ വേണ്ടി മണ്ടണ്, കുറച്ച് ആൾക്കാർ തിന്ന് ദഹിച്ചാൻ വേണ്ടി മണ്ടണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെയും അസമത്വങ്ങളൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഇവിടെ ഒരു കമ്മ്യൂണിസം ഉണ്ടാകാനോ സോഷ്യലിസം ഉണ്ടാകാനല്ല. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടും പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അതൊരു സത്യമാണ്. അത് ഏത് തലത്തിലും ആകാം. വല നബുലുവന്നക്കെന്ന് പറയുമ്പം അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. നിങ്ങൾ യൂസുഫ് നബിൻ്റെ ചരിത്രം ഖുർആനിൽ പറയുമ്പം യൂസുഫ് നബിക്ക് ഏറ്റവും ഒരു ക്രൈസ് ഉള്ളതെന്ന് പറഞ്ഞാൽ യൂസുഫിനോടാണ്. നമുക്ക് ആ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും യൂസുഫിനോട് എന്തൊരു പ്രത്യേക മുഹബത്തുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ യൂസുഫ് നബി പേടിച്ചതും അതന്നെയാണ്. എന്ത്? യൂസുഫിൻ്റെ കാര്യത്തിൽ കുഴപ്പമുണ്ടാവുന്നതാണ്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. ഭയപ്പെട്ടതെന്തോ അതുതന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ പരീക്ഷണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ പൈസനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാൾക്ക് അയാളെ പൈസ കൊണ്ട് പരീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം അയാളിപ്പോൾ 1 കോടി പോയി എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ട് പറഞ്ഞാൽ ആ സാറില്ല, അയാൾക്ക് അതത്ര പ്രശ്നമല്ല. നേരെ മറിച്ച് അയാൾക്ക് മക്കൾ അങ്ങനത്തേതായിരിക്കും ക്രൈസ്. മക്കളോട് ഭയങ്കര സ്നേഹം. കുറച്ച് നേരം മകനെ കാണാനല്ല ഞാൻ ഫോൺ വിളിച്ചോടെ. കാരണം അപ്പോൾ മൂപ്പരെ പരീക്ഷിക്കുക മക്കളെ കൊണ്ടായിരിക്കും. അപ്പോഴേ മൂപ്പർക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പോൾ പൈസ കൊണ്ട് മൂപ്പരെ പരീക്ഷിച്ചിട്ട് കാര്യമല്ല. അപ്പോൾ പരീക്ഷണങ്ങൾ അങ്ങനെ വരും. അത് എങ്ങനെ വന്നാലും നമ്മളെ ഒന്ന് തട്ടി ഒലച്ചിട്ടാണ് പരീക്ഷിക്കുക കൊണ്ട്. അല്ലാതെ ക്രൈസ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വീക്ക്നെസ് ഉള്ള മേഖലകളിലെ ഒരാളെ, ഇപ്പം ലൈംഗിക വിഷയത്തിലാണ് ഒരാൾ വീക്കെങ്കിൽ അയാൾ ഔട്ടാണ് പിടിക്കുക. പൈസൻ്റെ വിഷയത്തിൽ ക്രൈസ് ഉള്ളവനെ പൈസമ്മലാണ് പഠിച്ചോൻ പിടിക്കുക. നമ്മളെ വീക്ക്നെസ്സിലാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുക. അപ്പോൾ പരീക്ഷണങ്ങൾ ഇതെന്തിനാണ്? ഇത് അള്ളാഹു നമ്മളുമായിട്ടുള്ള ബന്ധം പരീക്ഷിക്കുക. നമ്മളെങ്ങനെയാണ് ഇത് കാണുന്നത്, എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. പരീക്ഷണത്തിൽ സത്യത്തിൽ നമുക്ക് യാതൊരു റോളും ഇല്ല. പല പരീക്ഷണങ്ങളിലും അത് മേലെ നിന്ന് വരുന്നതാണ്. അവിടെ നമുക്ക് ആകെ എന്തുള്ളൂ, നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന് മാത്രമേ നമുക്ക് നിയന്ത്രണമുള്ളൂ. നമുക്ക് നല്ല രൂപത്തിൽ പ്രതികരിക്കാം, മോശമായി പ്രതികരിക്കാം. അള്ളാഹുവിനോട് നന്ദി പ്രാർത്ഥിച്ചും അള്ളാഹുവിനെ പ്രകീർത്തിച്ചും അള്ളാഹുവിനോട് സഹായം തേടിയും അള്ളാഹുവിലേക്ക് അടുക്കാം. അതാണ് ഒരു പരീക്ഷണത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ട് റെസ്പോൺസ്. അതല്ലെങ്കിൽ പടച്ചോനെ കുറേ കുറ്റം പറഞ്ഞ് ആൾക്കാരെ കുറ്റം പറഞ്ഞ് ശരിക്കും എന്താണ് ഇബ്നുൽ ഖയ്യിം മദാരിജ് സാലിക്കീമിൽ പറയുന്നുണ്ട്, എന്താണ് ഏറ്റവും നോർമലായൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെപ്പറ്റി ജനങ്ങളോട് കുറ്റം പറയും. എന്താ ഇപ്പോൾ നമുക്കൊരു ഒരു പ്രശ്നം വന്നു, എൻ്റെ ബിസിനസ് ലോസായി. അപ്പോൾ എന്താ പറയുക, അത് പാർട്ട്ണർ ഉണ്ടായിരുന്നു, ഓനാ കൂട്ടിയപ്പോഴേക്ക് തോന്നിയെന്നാൽ ശരിയാവില്ല എന്ന്, ഓൻ കുതിരളിച്ച് പറയും, ഓനാണ് കുറ്റം. കുറച്ചും കൂടി ബുദ്ധിയുള്ളവൻ എന്താ ചെയ്യുക വെച്ചാൽ അള്ളാഹിനോട് പറയും, പടച്ചോനെ പാർട്ട്ണർ ആകെ കുഴപ്പമാണ്, കാത്ത് കൊണ്ട് എന്നെ കൊണ്ട് ഗജുരോനെ നന്നാക്കാം. അതായത് പരാതി പടച്ചോനോട് പറയാം. മറ്റോ പരാതിയും കുറ്റമൊക്കെ പടപ്പുകളോടാണ് പറയാം. മൂന്നാമത്തോണ്ട് ഏറ്റവും ബുദ്ധിയുള്ളവൻ, അവനെന്താ ചെയ്യുക, അവൻ
അവൻ്റെ കുറ്റമായി കണ്ട് പഠിച്ചവനോട് പൊറുക്കില്ല. പഠിച്ചവനെ എനിക്ക് ന്യൂനതകളൊക്കെ പരിഹരിച്ച് തരണം, എൻ്റെ കുഴപ്പങ്ങളൊക്കെ. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് പാപമോചനം, അതായത് ഇസ്തിഗ്ഫാർ തന്നെ. മഴ ഇല്ലാത്തതിൻ്റെ കാരണം എന്താ ചോദിക്കണ്ടല്ലോ. മഴ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരാൾ മഴയില്ല എന്ന് പറഞ്ഞ പരാതി വന്ന് പറഞ്ഞപ്പോഴും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. വേറൊരാൾ കുട്ടികളില്ല എന്ന് പറഞ്ഞ് പരാതി പറയാൻ വന്നപ്പോഴും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. വഴിയാത്രക്കാരുടെ ആക്രമണം ഉണ്ട് പറഞ്ഞപ്പോഴും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതെന്താ ഇപ്പം എല്ലാത്തിനും ഇസ്തിഗ്ഫാർ ചോദിച്ചപ്പം സൂറത്തു നൂഹിലെ ആയത്ത് ഓതി കൊടുത്തില്ലേ, എന്ത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി അള്ളാഹു ഇതൊക്കെ വർദ്ധിപ്പിച്ച് തരുന്നതാണ്. അപ്പോൾ അതേപോലെ ഏറ്റവും ബുദ്ധിമാൻ എന്താ ചെയ്യുക, എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അത് തൻ്റെ ഒരു ന്യൂനതയായി കണ്ട് പടച്ചവനോട് മാപ്പ് അപേക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ഏറ്റവും ബുദ്ധിപരമായ ദീൻ ഉൾക്കൊണ്ട ഒരാളുടെ നിലപാട്. അല്ലാതെ ആൾക്കാരോട് ജനങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടോ പടച്ചവനോട് ആൾക്കാരെ കുറേ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. നമ്മളുടെ ന്യൂനത തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷണത്തിലൊക്കെ നമ്മൾ എന്തൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ നോക്കുന്നത്. ശരിക്കും ആ നിലപാടിൽ മാത്രമേ നമുക്ക് ചോയ്സ് ഉള്ളൂ. ഇപ്പം ഒരു 2 മക്കൾ ആക്സിഡൻ്റായി മരിച്ചു, അല്ലെങ്കിൽ മോൻ രാവിലെ വണ്ടി എടുത്ത് പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യൂസ് വന്നു നിങ്ങളെ മോനെ അവിടെ ആക്സിഡൻ്റ് ആയിക്കണേ, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. നമ്മൾ ചെല്ലുന്നു, മോർച്ചറിയിലേക്ക് മാറ്റിയെന്ന് അറിയുന്നു. നമുക്കവിടെ പ്രത്യേകിച്ച് ഒരു ചോയ്സും ഇല്ല. രാവിലെ ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ഷട്ടിൽ കളിക്കാൻ വന്നിരുന്ന ആളുടെ മോന് ആലോചിക്ക് ജ്യൂസ് അടിച്ച് പരിയിലെല്ലാവർക്കുള്ള ജ്യൂസ് അവൻ അടിച്ചിരിക്കണ്, നോമ്പുറക്കാനയക്കണ്. അപ്പോൾ ചെക്കന്മാരൊക്കെ കൂടി ഓൻ്റെ ഫ്രണ്ട്സ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളായി, ഓൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഹോട്ടലിന് വേണ്ടി നോമ്പുറക്കാൻ വന്നിട്ട് അവിടുന്ന് ഓനെ വിളിക്കണേ. താല്പര്യമില്ല പോകാം, എന്നിട്ട് എല്ലാവരും കൂടി വിളിച്ച് കച്ചറാക്കിയപ്പം ആ അടിച്ച ജ്യൂസ് വരെ വാപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കുള്ള ജ്യൂസ് അടിച്ച് ബൈക്കെടുത്ത് പോയി ആ ജംഗ്ഷനിൽ വണ്ടി കയറി ദാരുണമായി റോഡിന് നടുവിൽ വെച്ച് നോമ്പുറക്കണ സമയത്ത് മരണപ്പെട്ടു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ആ ന്യൂസ് അറിയുന്ന ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ജങ്ങട്ടാ പോണ്, ഞാൻ ഇപ്പോൾ നോമ്പറന്നിട്ട് വരാമെന്ന് പറഞ്ഞ ആള് കുറച്ച് കഴിഞ്ഞിട്ട് മരിച്ചു എന്ന് പറയുമ്പം നമുക്കൊന്നും ചെയ്യാനില്ല, അവിടെ നമ്മളെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. പക്ഷെ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പം ആ റൂഹുമായിട്ട് ആകാശത്തിലേക്ക് ഉയരുന്ന മലക്കിനോട് മലക്കുൽ മൗത്തിനോട് അള്ളാഹു ചോദിക്കുന്നതാണ്. ആ റൂഹായിട്ട് വരുമ്പം ആ റൂഹെടുത്തപ്പം എൻ്റെ അടിമ എൻ്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണമാണല്ലോ നീ പറിച്ചെടുത്തത്. മലക്കിനോട് ചോദിക്കും. അപ്പം അതെ. അപ്പോൾ അള്ളാഹ് ചോദിക്കും മലക്കിനോട് അവൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന്. അപ്പോൾ മലക്ക് പറയും അവൻ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം ബനാ ബൈതം ഫിൽ ജന്ന, അവന് സ്വർഗത്തിലൊരു വീടുണ്ടാക്കി. സമ്മാലഹു ബൈത്തുൽ ഹംദ്, അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ട് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി അതിന് പേരിട്ട് രജിസ്റ്റർ ചെയ്താണ് കൊടുക്കുന്ന പറഞ്ഞത്. അതിന് രജിസ്ട്രേഷനും കൂടി പിന്നെ അവിടെ പോയി നിൽക്കണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിൻ്റെ റസൂൽ ഇത് സഹാബികളുടെ സദസ്സിൽ പറയുമ്പം അവരുടെ റെസ്പോൺസ് നോക്കി. 2 സഹാബികൾ തമ്മിൽ ഒരു വഴിയുടെ അവരുടെ മുതലിൻ്റെ സ്വത്തിൻ്റെ എഡ്ജിൽ, അവരുടെ പ്രോപ്പർട്ടിൻ്റെ എഡ്ജിലുള്ള ഒരു ഈത്തപ്പന അതിങ്ങനെ വളർന്നു വന്നപ്പം അത് ഈ കണ്ടത്തിലാണോ ആ കണ്ടത്തിലാണോ ആരതാണോ എന്നുള്ള ചെറിയൊരു ഡിസ്പ്യൂട്ട് വന്നു. അതിൻ്റെ മുതലാളി ഇയാളാണോ എന്നുള്ളത്. അപ്പോൾ ചെറിയ തർക്കം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എന്ത്, ആ ഈത്തപ്പന ഒരാൾ, ഇപ്പം 2-ൽ-ഒരാളുതാണല്ലോ ഇപ്പോൾ അതൊരാൾ മറ്റേയാൾക്ക് വിട്ടുകൊടുത്താൽ അയാൾക്ക് പകരം അള്ളാഹു സ്വർഗത്തിലൊരു ഈത്തപ്പന തരുമെന്ന് ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞപ്പം ആ സഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ നീറ്റെന്ന് ചോദിച്ചാൽ എന്താ അറിയും, ഞാനാ ഈത്തപ്പന പൈസക്ക് വാങ്ങിയിട്ടാണ് കൊടുക്കുക. അത് പൈസക്ക് വാങ്ങിയിട്ട് മറ്റേക്ക് കൊടുത്താൽ മതിയല്ലോ അതിൻ്റെ ഡിസ്പ്യൂട്ട് തീർക്കണമെങ്കിൽ. അത് വില കെട്ടിയിട്ട് ആ വിലക്ക് മറ്റേക്ക് കൊടുത്താൽ ആ സ്വർഗത്തിലെ പന എനിക്ക് കിട്ടുമെന്നാണ് ചോദിച്ചത്. ഉക്കാഷാറിൽ നബി പറയാണ് 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുമെന്ന് നബിയാണ് പറയാണ്. അപ്പം സഹാബികളിൽ ഒരാൾ ഉക്കാഷാറിൽ അവൻ എണീറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ അതിൽ ഇന്നെ പെടുത്താൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹു അതെ താങ്കളെ അള്ളാഹു അതിൽ ഉൾപ്പെടുത്തിട്ട് നബി പ്രാർത്ഥിച്ചു. അത് ചോദിച്ചു കഴിഞ്ഞപ്പം പിന്നെ വേറെ ആൾക്കാർ പിന്നെ എണീറ്റിട്ട് ഇനിയും ആക്കണം എന്നാണ്. അപ്പോൾ ഉക്കാഷ നിങ്ങളെ മുൻകടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു.
ആ ചാൻസ് അവൻ കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞ് അവരങ്ങനെയായിരുന്നു, അവരത് റിയലൈസ് ചെയ്തിരുന്നു, അവരത് മനസ്സിലാക്കി ആ ചാൻസിന് വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിക്ക്, ഈ ദുനിയാവ് നിങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ഈ ദുനിയാവ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഹൈറ് സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലമാണെന്ന് നബി പറയാണ്. ചെറിയ ചാട്ടവാറ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരെ കണ്ടുകണമെന്നൊക്കെ അറിയില്ല. ഒരു ചെറിയ ഒരു കുറ്റിയും അതിൻ്റെ അറ്റത്തൊരു റബ്ബറിൻ്റെ ഇതും ഉണ്ടാവുള്ളൂ. ഒരു ചാട്ടവാറ് വെക്കാൻ സ്ഥലം വേണ്ട. ഒരു ചാട്ടവാറ് വെക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് അറബിയാളോട് ചോദിച്ചാൽ ഓൽക്കറിയാം അതിനൊരു പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നും വേണ്ട. വളരെ ഒരു സ്ഥലം മുടക്കിയല്ല ചാട്ടവാറ്, ഒരു കുന്താണ്, പിന്നെ നാട്ടിയെങ്കിലും വെക്കേണ്ടി വരും. അപ്പോൾ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലമാണ്, സ്വർഗത്തിലെ ഒരു ഇടമാണ് ഈ ദുനിയാവ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഹൈർ എന്ന് പറയുമ്പോൾ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ, ഇവിടെയൊക്കെ ഒരു സെൻറ്റിന് എന്താ വില? എറണാകുളം MG റൂട്ടിലും ബോംബെയിലൊക്കെ ഒരു റൂട്ടിൽ സെൻറ്റിൻ്റെ വില എത്രയാണ്? അതൊക്കെ ഉള്ള ഈ ദുനിയാവിനേക്കാൾ ഹൈറ് സ്വർഗത്തിലെ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം അറിയുമ്പം ആ സ്വർഗത്തിന് വേണ്ടി നമ്മളെത്ര പണിയെടുക്കണം. അതൊരൊറ്റ റെസ്പോൺസിലൂടെ നമ്മൾ ഈ പുരുഷായുസ് 60-70 കൊല്ലം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആ ലക്ഷ്യം ഒരൊറ്റ സെക്കൻഡിലെ റെസ്പോൺസിലൂടെ അള്ളാഹ് നമുക്ക് തരികയാണ്. അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നേരെ മറിച്ച് അപ്പം നമ്മൾ പറയണേ പണ്ടാറടങ്ങാൻ അപ്പോഴേക്ക് തോന്നിയതാണ് ആ വണ്ടി എടുത്ത് ഇറങ്ങുമ്പം പണ്ടാറടങ്ങുന്നു ഇന്ന് നമ്മൾ പ്രതികരിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് മയ്യത്തൊക്കെ എടുത്ത് നമ്മൾ പറയാണ് അള്ളാൻ്റെ വിധിയാണ്, എന്താണ് നമ്മൾ വിധിക്ക് കീഴടങ്ങാൻ. പിന്നെ നമ്മൾ നല്ല ആളായി നിൽക്കുക. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയോ പെണ്ണുങ്ങളെയും ചീത്തറിന്, ബൈക്ക് വാങ്ങിക്കൊടുത്ത പെണ്ണുങ്ങളെയും ചീത്തറിന്, പിന്നെ പറയേണ്ടതൊക്കെ അപ്പം നമ്മൾ പറഞ്ഞ്, പിന്നെ മയ്യത്തൊക്കെ എടുത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വലിയ ആളായി മാറി നിന്നിട്ട് എന്താ അള്ളാൻ്റെ വിധി, അള്ള തന്ന കുട്ടി അള്ള കൊണ്ടുപോയി പറഞ്ഞിട്ട് കാര്യമല്ല. അതതിൻ്റെ ഫസ്റ്റ് പറയണം. അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. അള്ളാൻ്റെ റസൂല് പറയുന്നുണ്ട് ക്ഷമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യ നിമിഷമാണ്. ഒരു സ്ത്രീ അതിൻ്റെ ഉറ്റാരോ മരിച്ചിട്ട് ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് വല്ലാണ്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നബിയാണെന്നൊന്നും ഈ സ്ത്രീക്കറിയില്ല, ഒരു പ്രായമായ സ്ത്രീയാണ്, അത് നബിയാണെന്ന് അറിയില്ല. അപ്പം നബിനോട് പറഞ്ഞു എൻ്റെ ആരെങ്കിലും ആയൊക്കെ ഉണ്ടെന്നു. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഒരാളോട് കരയരുത് അറിയുമ്പം എനിക്ക് ആയൊക്കെ ഉണ്ടെന്ന് അറിയില്ലേ, എൻ്റെ ആരെങ്കിലും ആയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാബിയാളൊക്കെ പറഞ്ഞത് നബിയാണ്, നബിനോട് അങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ സോറി പറഞ്ഞു, ഞാൻ നബിയാന്നൊക്കെ അറിയില്ലെന്ന്. അപ്പോൾ ആ സ്ത്രീനോട് നബി പറഞ്ഞാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യ നിമിഷത്തിലാണ്. പിന്നെ എല്ലാവരും ക്ഷമിക്കും, വേറെ ഓപ്ഷനൊന്നുമില്ല, ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു റെസ്പോൺസ് ആ ഒരൊറ്റ റെസ്പോൺസാണ് ആ പരീക്ഷണം. അത് മോശമാക്കാൻ പാടില്ല. കാരണം ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണത് ആ റെസ്പോൺസിലൂടെയാണ്. നിലപാട് നന്നാക്കി പടച്ചോൻ തന്നു, പടച്ചോൻ കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. അത് നമ്മളിങ്ങോട്ട് വന്നത് എന്തിനാണ് തിരിച്ചറിയുമ്പോഴാണ് ഈ യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾക്കെ അങ്ങനെ അറിഞ്ഞ് ക്ഷമിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ആലോചിക്ക്. 10-20 വയസ്സ് വരെ ഒരാളെ വളർത്തിക്കൊണ്ടുവന്നുകാണ്ട് ഒരു നിമിഷം അതങ്ങോട്ട് തകർന്നു പോകുമ്പം ആ നഷ്ടമൊന്നും ഒരിക്കലും നമുക്ക് വിവരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ ഒരാളെ പ്രാപ്തനാക്കുന്നത് എന്താണ്? നമ്മൾ എന്തിനിങ്ങോട്ട് വന്നു എന്നുള്ള തിരിച്ചറിവാണ്. അത് ഭയങ്കര തിരിച്ചറിവാണ്. ഒരു സ്ത്രീ 18 കൊല്ലമായി അതിൻ്റെ ഭർത്താവ് തളർന്ന് കിടക്കുകയാണ്. അത് കയ്യുമില്ല കാലും അനങ്ങൂല. അത് എങ്ങനെ സംഭവിച്ചറിയങ്ങൾ? ഭർത്താവ് ഓരോ കൂട്ടുകാരൊപ്പം ടൂറ് പോയിട്ട് ഇവിടുന്നോ വെള്ളത്തേക്ക് ചാടി മുങ്ങിച്ചാടുമല്ലോ, നമ്മളെ ഉയരത്തുനിന്ന് ചാടുമല്ലോ, അങ്ങനെ ചാടിയിട്ട് പാറമ്മ കഴുത്തിടിച്ച് കഴുത്ത് തളർന്ന് കയ്യും കാലും തളർന്നു പോയത്, അവിടുന്ന് ഒടിഞ്ഞ് കണ്ട്. അങ്ങനെ 18 കൊല്ലമായിട്ട് അയാൾ കിടക്കുകയാണ്. നേരെ മറിച്ച് വല്ല പണിക്കും പോയി ചാക്കേറ്റി കണ്ടാണെങ്കിൽ കുട്ടികളെ നയിച്ചാൻ വേണ്ടിയാണ് വിചാരിച്ചായി കിടക്കണത്. ടൂർ പോയി കാണ്ട് കുതിര അലിച്ച് കാണ്ട് കഴുത്തൊടിഞ്ഞ് കിടക്കണ ഒരാളെ 18 കൊല്ലം നോക്കുകയാണ്. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിടക്കുമ്പോൾ അവിടെ മുറിയാകുകയാണ്, എന്നിട്ട് ഇങ്ങോട്ട് ചെരിച്ചെടുത്തുക. അയാൾക്കൊന്നിനും കഴിയില്ല, ജോലി അയാൾ സമ്പാദിക്കണില്ല. അയാളാകെ മൊബൈൽമ ഈ പെണ്ണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. മൊബൈൽമ ഇങ്ങനെ കളിച്ച് വീഡിയോ കണ്ട് ഇങ്ങനെ കിടക്കും, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നേരത്തിന് ചോറ് ഇട്ടിട്ടില്ലെങ്കിൽ ഭക്ഷണം കിട്ടിയാൽ ചൂടാവും, ഒച്ച ഉണ്ടാക്കുന്നല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പെണ്ണ് 18 കൊല്ലമായിട്ട് അയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വരുമാനമല്ല, ഒരു ദാമ്പത്യ സെക്സ് ഒന്നുമില്ല, ഇയാളെ കൊണ്ട് ഒന്നിനും പറ്റൂല. കുട്ടിയാളെ ബാപ്പാന്ന് പറഞ്ഞവിടെ കിടക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ അയാൾക്കൊരു ന്യൂമോണിയ വന്ന് അയാൾ സീരിയസ് ആയിട്ട് ICUയിൽ കിടക്കുമ്പം ഈ സ്ത്രീ പൊട്ടിക്കരഞ്ഞ് പുറത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ പ്രാർത്ഥിക്കണം?
ആയുസ് നീട്ടിക്കിട്ടാനാണ്. മൂപ്പര ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ സ്ത്രീ പ്രാർത്ഥിക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് അള്ളാഹു വെച്ച മവദ്ദത്തം വറഹ്മ. അള്ളാഹു ഒരു മവദ്ദത്ത് വെച്ചിരിക്കണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ. അതിന് കൂലിയുണ്ട്. ആ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ത്രീക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ദറജ ഉയരുന്നുണ്ട്. അല്ലാതെ എന്തെങ്കിലും ഭൗതികമായി എന്തെങ്കിലും ഒരു മെച്ചം ആ പെണ്ണിനില്ല. എന്നിട്ടും അവർ, അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. ഈ ദീൻ എന്ന് പറയുമ്പം, ഈ വിശ്വാസം എന്ന് പറയുമ്പം, ഇതൊക്കെ മനസ്സിലാക്കിയ ആളുകൾ മറ്റൊരു തലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ദീൻ ആസ്വദിക്കാൻ പറ്റാത്തത്. നമ്മളെ വിഷയം നന്ദിയുള്ള അടിമ എന്നാണ്. നന്ദി എപ്പോഴാണ് നമ്മൾ കാണിക്കുക? നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് അയാൾ ചെയ്തു തന്നതിൻ്റെ ഒരു മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോഴാണല്ലോ നമ്മൾ നന്ദി കാണിക്കുക. നിങ്ങൾ ആലോചിക്കുക, നമ്മളെ കണ്ണ് ഞാൻ ഇപ്പം എന്താ പറയുക, പുതിയ ഐഫോൺ വാങ്ങി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി അതിൻ്റെ പവർ എത്രയാണ് ക്യാമറൻ്റെ. കാരണം ഓരോ പുതിയ ഐഫോൺ ഇറങ്ങുമ്പോഴും അതിൻ്റെ ക്യാമറൻ്റെ പവർ നോക്കും. എന്തിനാ വെച്ചാൽ അത് കണ്ണിൻ്റെ പവറിൻ്റെ അത്ര എത്തിക്കണമെന്നാണ് ഞാൻ നോക്കണത്. അപ്പോൾ ഇപ്പോഴും കണ്ണിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ 576 മെഗാ പിക്സലാണ് കണ്ണിൻ്റെ ക്യാമറ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഐഫോണും 48 മെഗാ പിക്സലായിട്ടുള്ളൂ. നിങ്ങൾ 1,35,000 റുപ്യക്ക് പുതിയ ഐഫോൺ 14 വാങ്ങിയാലും അതിൻ്റെ ക്യാമറ എത്ര ഉള്ളൂ? 48 മെഗാ പിക്സലുള്ളൂ. പക്ഷേ നമ്മളെ കണ്ണ് 576 മെഗാ പിക്സലാണ് നമ്മളെ കണ്ണിൻ്റെ ക്യാമറ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്രയും നല്ല ഒരു പവർ, അതും ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റാണ്. സൂം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ക്യാമറ ഫോട്ടോ എടുക്കുമ്പോൾ കുട്ടികൾ കാണാൻ ഇങ്ങനെ ആക്കണ്, സൂം ആക്കുകയാണ്, ഇങ്ങനെ ക്ലിയർ ആക്കുക, ഫോക്കസ് ചെയ്യുക. നമ്മളെ കണ്ണിങ്ങനെ ആരെങ്കിലും സൂം ആക്കലുണ്ടാ? നിങ്ങൾ നോക്കിയാൽ ഓട്ടോമാറ്റിക് സൂമാണ്. നിങ്ങൾ അടുത്തുള്ള ആളെ നോക്കിയാൽ അടുത്തുള്ള ആളെ കാണും, വിട്ടുള്ള ആളെ നോക്കിയാൽ വിട്ടുള്ള ആളെ കാണും. പ്രായമാകുമ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അതിനാണ് കണ്ണടക്കണ്. പ്രായമാണില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ലെൻസിൻ്റെ ഫോക്കസിനൊന്നിനും കുഴപ്പമില്ല. നമ്മൾ 2 കിഡ്നി എന്താണ്? 2 കിഡ്നി എന്ന് പറഞ്ഞാൽ ചെറിയ മാങ്ങൻ്റെ അത്ര, നാടൻ മാങ്ങൻ്റെ വലിപ്പമുള്ളൂ കിഡ്നി പറഞ്ഞാൽ. ആ ഒരു കിഡ്നിയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചാൽ എന്താ ആൾക്കാർ കിഡ്നി വെക്കണം? എന്തിനാ? ഇപ്പോൾ ഡയാലിസിസ് ചെയ്താൽ പോരെ. ഇത്രയും പൈസ ചിലവാക്കി ഡോണർ ഇല്ലാത്തടുത്ത് പൈസ കെട്ടിച്ച് ഡോണറേയും കാത്ത് കിഡ്നി വെക്കണം എന്തിനാ? കാരണം ഡയാലിസിസ് കൊണ്ട് കിഡ്നിൻ്റെ എല്ലാ പ്രവർത്തനവും ചെയ്യാൻ കഴിയില്ല. ആഴ്ചയിൽ 3 ദിവസം ഒന്നരാടാം മെഷീൻ്റെ ചോട്ടിൽ പോയി 4 മണിക്കൂർ കിടക്കണം. ഈ പലപ്പോഴും ഡയാലിസിസ് രോഗികൾ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. ഭയങ്കര ദേഷ്യവും ശുണ്ടിയും വാശിയും നമ്മളിങ്ങനെ പലപ്പോഴും കാണലുണ്ട്. ഇങ്ങനെ ചീത്തറിയും പെണ്ണുങ്ങളെയും നോക്കാൻ നിൽക്കുന്നവർക്കൊക്കെ ചീത്തയ്ക്കും പള്ളർച്ച്. അവരിങ്ങനെ ചൂടായിക്കൊണ്ടാണ് നിൽക്കുക. കാരണം എന്താ വെച്ചാൽ അതൊരു ഫ്രസ്ട്രേഷനാണ്. ആ അവസ്ഥ നമുക്ക് വരും. നമ്മൾ ആലോചിക്കണം, ഒരു ദിവസം, ഒരു ആഴ്ചയിൽ 3 ദിവസം നമ്മളെയും കൊണ്ട് ഓട്ടോറിക്ഷയും വിളിച്ച്, ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു ഗതികേടുമാണ്. പൈസയും കാര്യമായിട്ട് വാങ്ങാൻ പറ്റില്ല. അയൽവാസിക്കാരൻ ചിലപ്പം, അല്ലെങ്കിൽ ഇളയമാൻ്റെ എന്തെങ്കിലും ഒരു ബന്ധമുള്ളവനെ വിളിച്ചുള്ളൂ. കാരണം 4 മണിക്കൂർ കാത്തിക്കണം അവിടെ. സാധാരണ ഓട്ടോറിക്ഷക്കാരനെ കിട്ടൂല 4 മണിക്കൂർ കാത്തിക്കാം. അപ്പോൾ ഒരു കുടുംബക്കാരനോ അയൽവാസി ഓട്ടോറിക്ഷനെ വിളിച്ചുള്ളൂ. ഇനി വണ്ടി ഉണ്ടെങ്കിലും അത് ഓട്ടാനൊരു ആളുമാണ്. പിന്നെ ഒരാൾ താങ്ങി പിടിച്ചാനും ഏറ്റാനൊക്കെ ആയിട്ട് 2 ആൾ ചുരുങ്ങിയത് ഈ ഒന്നരാടം പണി ഒഴിവാക്കി ഇതിൻ്റെ പിന്നാലെ നടക്കണം. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നടക്കാനും കൂടി കഴിച്ചില്ലെങ്കിൽ പറയും വേണ്ട, ഡയാലിസിന് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറ്. ഒരാളെ താങ്ങി പിടിച്ച് കണ്ട് കൊണ്ടുപോകാന്ന്. സാധാരണ ഉമ്മാരും പെണ്ണുങ്ങളാണ് ഉണ്ടാവുക. കാരണം ഇത് ആണുങ്ങൾക്ക് പണിക്കുണ്ടേ. അപ്പോൾ അയലോക്കത്തെ ഒരു ഓട്ടോറിക്ഷ ഏൽപ്പിക്കും, ഉമ്മയെ പെണ്ണുങ്ങളോ ആരെങ്കിലും ഒരാളുണ്ടാവും. അപ്പോൾ ഈ വയസ്സായ സാധുക്കളാണ് ഇറ്റങ്ങളൊപ്പം ഉണ്ടാകുക. ഇതിൻ്റെ ചോട്ടിൽ 4 മണിക്കൂർ കിടക്കണം. എന്നാൽ കിടന്നാൽ തന്നെ കിഡ്നിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടക്കണ്ടോ? ഇല്ല. രക്തം ഉണ്ടാകാനുള്ള കിഡ്നിൻ്റെ പ്രവർത്തനം ഉണ്ട്, അത് നടക്കൂല. അതിന് വേറെ ഇഞ്ചക്ഷൻ വെക്കണം. ചോര ഉണ്ടാകാൻ ഇഞ്ചക്ഷൻ വെക്കും ഡയാലിസിസുകാർ. പക്ഷെ നമ്മൾ ചോര ഉണ്ടാകാൻ ഇഞ്ചക്ഷൻ വെക്കില്ലല്ലോ. കാരണം നമ്മൾ കിഡ്നി ആ പ്രവർത്തനം ഉണ്ട്. കിഡ്നിക്ക് പ്രവർത്തനം ഇല്ലാത്തൊരു ഡയാലിസിൽ ആ പ്രവർത്തനം കിട്ടൂല. ഡയാലിസിൽ വെറും വേസ്റ്റ് മാറ്റൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ വൈറ്റമിൻ ഡി ഉണ്ടാണ്, എല്ല് ബലപ്പെടും, അത് കിട്ടൂല. അതിന് വൈറ്റമിൻ ഡിൻ്റെ ഗുളിക കഴിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ, അപ്പോൾ ഇത്രയും ഒരു ചെറിയ കിഡ്നിയൊക്കെ അള്ളാഹു നമുക്ക് നൽകി. ഇതിനൊന്നും ടാക്സോ വാടകയോ ഒരു വാറ്റ് ഏത് സ്ഥാനത്ത്. ഇപ്പം നമ്മൾ എല്ലാത്തിലും പണ്ട് ഒരു ടൂർ പോയപ്പോൾ ചില ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു റൂം എടുത്തു, നല്ല റൂം എടുത്ത് ഭയങ്കര ടാക്സ്.
അപ്പോൾ ടാക്സ് ഇങ്ങനെ നോക്കുമ്പം നമ്മൾ കിടന്ന പൈസ അത്ര മേലെ കാണുന്നുണ്ട്, താഴത്ത് രണ്ടാൾക്കാരും കൂടി നമ്മളപ്പോൾ കിടന്നിക്കണേ, ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ ഒറ്റക്കല്ല റൂം എടുത്താൽ കിടന്നുറങ്ങണേ, നമ്മളപ്പുറത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കിടക്കും, പുറത്ത് സെൻട്രൽ ഗവൺമെൻറ്റും കിടക്കും. ഒരാൾ 8%, ഒരാൾ 4% നമ്മളെ റൂം റെൻറ്റിന് എടുത്തുണ്ടാവും. അതിൻ്റെ പുറമെ റൂം റെൻറ്റിൻ്റെ പുറമെ. അപ്പം അത്രയും ടാക്സ് നമ്മൾ ഇവിടുത്തെ സർവീസിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സ്ഥലത്ത് പോയി ഒരു താമസിക്കാൻ റൂം എടുത്തീന് നമ്മൾ രാത്രി കിടന്നുറങ്ങീന്, ഒന്നുമില്ല, നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ. ആ ഉറങ്ങിയ പൈസക്ക് സ്റ്റേറ്റും കൊണ്ടുപോയി സെൻറ്ററും കൊണ്ടുപോയി. ഇതൊന്നും ഇല്ലാതെ പടച്ചോൻ്റെ ഈ വായു എത്ര നമ്മൾ ശ്വസിച്ച്. നിങ്ങളൊരു വെൻറ്റിലേറ്ററിൻ്റെ ചാർജ് പോയി ചോദിച്ചു നോക്കി, ഒരു സിലിണ്ടർ ഓക്സിജൻ്റെ വില എത്രയെന്ന് പോയി ചോദിച്ചു നോക്കി, കിഡ്നി മാറ്റാനുള്ള ചാർജ് നോക്കി, ഒരു ബോൺമാരോ ഒരു ലുക്കീമിയാണ്, മജ്ജ മാറ്റണം എന്ന് പറഞ്ഞു, മജ്ജ മാറ്റാനുള്ള ചാർജ് എത്രയാണ്, ലിവർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു, ലിവർ മാറ്റി വെക്കാനുള്ള പൈസ എത്രയെന്ന് ചോദിച്ചു നോക്കി. ഇതൊന്നും ഒരു പൈസയും തരാതെ മാസം ഒരു ടാക്സും കൊല്ലത്തിലൊരു ടാക്സും അടക്കാണ്ട് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നൽകി. ഇത്രയൊക്കെ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടും അള്ളാഹു ഒരു പ്രതികാരം നമ്മളോട് ചെയ്തിട്ടില്ല. നിങ്ങളാഴ്ചക്ക് ഇവിടെ ഷുക്കൂർ വക്കീൽ പറഞ്ഞ ഒരാൾ മകളെ രണ്ടാമതും കല്യാണം കഴിച്ചു. അയാൾക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അയാളെ സ്വത്തിഞ്ഞ് അന്യം നിന്ന് പോകുമോ, പെൺകുട്ടികൾക്ക് മുഴുവൻ കിട്ടൂലേ എന്നൊക്കെ പേടിച്ച് കണ്ട് അയാൾ പിന്നെയൊരു കല്യാണം ഇപ്പം നടത്തിക്കണ്. അയാൾക്ക് അള്ളാൻ്റെ ശരീരത്തിൽ അത്ര തൃപ്തി പോരാ. ഈ പ്രപഞ്ചം മുഴുവനെ സൃഷ്ടിച്ച, ഈ മനുഷ്യനെ മുഴുവൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഇടപാടുകളും ക്രയവിക്രയങ്ങളും വിവാഹവും വിവാഹമോചനവും മരണവും മരണാനന്തരവും എല്ലാം സൃഷ്ടിച്ച, എല്ലാം അറിയുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് എന്തൊക്കെ ഒരു പോരായ്മ ഉണ്ട് എന്ന് മൂപ്പർക്ക് തോന്നുന്നു. എന്നിട്ട് സുക്കൂർ വക്കീലിൻ്റെ പെരയിലെ കിണറ്റിലെ വെള്ളം വറ്റിയിട്ടില്ല. മൂപ്പർക്ക് മാത്രം വായു വലിച്ചിട്ട് ഓക്സിജൻ കിട്ടാതായിട്ടില്ല, മൂപ്പരെ കിഡ്നി പെട്ടെന്ന് സ്റ്റക്കായിട്ടില്ല. നിലനിർത്തിക്കൊടുത്ത ഒരനുഗ്രഹവും അള്ളാഹു അതിൻ്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തോട് നിഷേധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അതാണ് അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്ന് പറയുന്നത്. പടച്ചോൻ കാരുണ്യവാനാണ്, റഹീമാണ്, റഹ്മാനാണെന്ന് പറയുമ്പം നമ്മളെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മളെ പീടിയിൽ പണിക്ക് നിൽക്കണോന് ഓൻ രാവിലെ 8 മണിക്ക് കട തുറക്കാൻ വരണ്ട ഓം 8:30 വരുന്നു, കുറച്ച് നേരത്തെ ചോദിച്ചു പോണ്, നിസ്കരിച്ചാൻ പോയി ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നിസ്കരിച്ചാൽ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ നിസ്കരിച്ചണ്ട ഓന് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെന്താ പറയുക, ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിവിടെ നടക്കൂല കേട്ടോ, ജിഞ്ഞ് വരണ്ട അറിയും. എന്തേ? കാരണം ഓനെ ഏൽപ്പിച്ച പണി ഓന് പറ്റണില്ല. അപ്പോൾ നമ്മൾ പോലും നമ്മൾ ഏൽപ്പിച്ച പണിക്ക് നമ്മൾ കൊടുക്കുന്ന കൂലിക്ക് വേണ്ട പണി ഒരാൾ നമ്മുടെ കീഴ് ജീവനക്കാരൻ എടുക്കണില്ലെങ്കിൽ ഓൻ ആ പണി തുടരാൻ അർഹനല്ല. എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഓന് കിട്ടുന്നുണ്ടോ അതൊക്കെ നമ്മൾ നിർത്തലാക്കും. നിങ്ങൾ ആലോചിക്ക്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹു ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചതെന്നാണ് പറയണത്. ആ ആരാധനയിൽ എത്ര അലംഭാവം നമ്മൾ കാണിച്ചു. ഒരു അള്ളാഹു അക്ബർ എന്ന് നിസ്കാരത്തിന് തെക്ബീർ കെട്ടിയിട്ട് സലാം വീട്ടുമ്പോഴാണ് നിസ്കാരത്തിലായിരുന്നു എന്ന് പോലും ഓർമ്മ വരുന്നത്. എത്ര അള്ളാഹു അക്ബർ നമ്മൾ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓരോ അള്ളാഹു അക്ബറും ഒരു റിമൈൻഡറാണ് നിസ്കാരത്തിൽ. ചിന്ത തെറ്റിപ്പോയിണെങ്കിൽ തിരിച്ചു വരാനുള്ളത്. പക്ഷെ ആ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ പോലും അള്ളാഹിനെ പറ്റി ഒരു വിചാരം നിസ്കാരത്തിൽ ഉണ്ടാകണില്ല. അത്രയും കെയർലെസ് ആയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്, നമ്മൾ ഇബാദത്തുകൾ ചെയ്യണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മദ്യപിച്ച് നിസ്കാരത്തിന് വരരുത് എന്ന് ഖുറാൻ്റെ ഒരു ആയത്തുണ്ട്. ചില ആയത്തുകൾ നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുണ്ട് ഖുറാനിൽ. അതായത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, മദ്യപാനം പൂർണ്ണമായി നിരോധിക്കുന്നതിന് മുമ്പ് ഘട്ടം ഘട്ടമായിട്ടാണ് മദ്യം നിരോധിച്ചത്. ആദ്യഘട്ടത്തിൽ എങ്ങനെ നിരോധിച്ചത്? മദ്യപിച്ചിട്ട് നിസ്കരിച്ചാൻ വരരുത്, നിസ്കരിച്ചാൻ വരുന്ന നേരത്തെ കിക്കായി കണ്ട് വരരുത്. മൊത്തം നിരോധിച്ചിട്ടില്ല. വലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ, ഇപ്പോഴും ഖുർആനിൽ നമ്മൾ ഓതുന്ന ആയത്താണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മത്തന്മാരായിക്കൊണ്ട് മദ്യപിച്ച് മത്തന്മാരായിക്കൊണ്ട് നിങ്ങൾ നമസ്കരിക്കാൻ വരരുത്, നമസ്കാരത്തെ സമീപിക്കരുത്. കാരണം എന്താ? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതാണ് നമുക്കുള്ള പോയിന്റ്. അതിൽ മദ്യപിച്ച് മത്തുകെട്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ അതിന് പറഞ്ഞ കാരണം എന്താണ്? അവർ നിസ്കാരത്തിൽ പറയുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോഴും നിസ്കരിച്ച കള്ളുടിയന്മാരെ നിസ്കാരമല്ലേ നമ്മൾ പറയണത്? നമ്മൾ അറിയണ്ടോ? അപ്പം ആ നിസ്കാരം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് കിട്ടാത്തത് എന്തുകൊണ്ടാണ്?
നമ്മൾ നമസ്കാരത്തിൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കാതെ, നമസ്കാരത്തിൽ ശ്രദ്ധിക്കാതെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അപ്പം അങ്ങനത്തെ നിസ്കാരം അല്ലാഹ്ക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ നന്ദിയുള്ള ഒരു അടിമയാകണമെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദി കാണിക്കേണ്ടതുണ്ട്. നീര് വരുവോളം നിസ്കരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യ ചോദിച്ചില്ല, എന്തിനങ്ങ് എത്ര ഇടങ്ങാറായിട്ട് നീര് കെട്ടി നേരം വെളുക്കോളം നിസ്കരിക്കണം, പടച്ചോങ്ങൾക്ക് മുഴുവൻ പുറത്തു തന്നില്ലേ, സ്വർഗം സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയല്ലേ, നിങ്ങൾ എന്തിനാ റസൂൽ എങ്ങനെ ഇടങ്ങാറാകണേ എന്ന് ചോദിച്ചപ്പോഴും അള്ളാൻ്റെ റസൂല് പറഞ്ഞ മറുപടി എന്താ? ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടതാണ്. അപ്പോൾ ഒരു നന്ദി കാണിക്കലാണ് ഈ ആരാധനകൾ എന്ന് പറയുമ്പം, ഈ ജീവിതം എന്ന് പറയുമ്പം ഇത് നന്ദി കാണിക്കുക. അപ്പം എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? നന്ദിയുള്ള അടിമയാകണം എന്നൊന്നും നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. അത്രയും അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമ്മളെല്ലാ അവസ്ഥകൾ ആലോചിച്ച് നോക്കി, എന്ത് നമുക്ക് ജീവിതത്തിൽ മെച്ചല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല, ഉണ്ടോ? ഇല്ല. കുറച്ച് കാലം മുമ്പ് വരെ ഇങ്ങനെ സംഭവം ഇവിടെ അല്ല. ഇന്ന് വളരെ ഈ ഒരു മാർച്ച് മാസം, ഈ ഒരു ഏപ്രിൽ മാസം, ഈ വേനച്ചൂടിൽ പുറത്തിറങ്ങി നോക്കി നിങ്ങൾ, എന്തൊരു ചൂടറിയോ. ഇത്രയും കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ അല്ലായിരുന്നു. ഇങ്ങനത്തെ ഏത് മുക്കിൽ മൂലയിൽ പോയാലും ഇപ്പം AC പള്ളിയാണ്. നിസ്കരിക്കാൻ ഒരു പ്രയാസമല്ല, മൂത്രമൊഴിക്കാൻ പ്രയാസമല്ല. മറ്റത് നമുക്കറിയാം, പള്ളിക്ക് നിന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് വെള്ളം കൊണ്ടുപോകണം, എന്തെല്ലാം പ്രയാസം ഉണ്ടായിരുന്നു. ഇവിടെ വളരെ സുഖമായിട്ട് AC-ലിരുന്ന് നിങ്ങൾക്ക് നിസ്കരിക്കാൻ. നിങ്ങൾ വീടാണ് നോക്കി, ഏത് ചെറിയൊരു വരുമാനമുള്ള ആൾ പോലും AC റൂമിലാണെന്ന് കിടന്നുറങ്ങണത്. കുട്ടികൾ നല്ല സ്കൂളിലാണ് പഠിക്കണത്. വാഹന സൗകര്യം നോക്കി, ചെറിയ സൈക്കിള് ഒരു 50 പൈസ കൊടുത്തിട്ട് നമ്മൾ സൈക്കിള് വാടകയ്ക്ക് എടുത്തിട്ട് പഠിച്ചൊരു കാലം ഉണ്ടായിരുന്നു. 50 പൈസക്കാണ് അന്ന് സൈക്കിളിന് ഒരു മണിക്കൂർ വാടകയ്ക്ക്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മളെ നാട്ടിൽ റെക്കോർഡിനോട് പറയാൻ പറ്റാത്ത, നമ്മളെ നാട്ടിൽ കൊരമ്പക്കാരോടെയും കുരിക്കന്മാരോടെയും മാത്രമേ ഓരോ കുട്ടിയാക്കി അന്ന് സൈക്കിൾ സ്വന്തമായിട്ടുള്ളൂ. ഇന്ന് ബാക്കിയുള്ളവരൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പഠിച്ചാൽ ചെയ്യുക. അന്ന് 50 പൈസ ഉറുപ്പ്യം കൊടുത്ത് നമ്മൾ സൈക്കിൾ ഓട്ടി പഠിച്ച്. ഇന്ന് നമ്മളെ കുട്ടിയാൾക്ക് എല്ലാവർക്കും സൈക്കിളാണ്. സൈക്കിള് പോയി 2 വീലർ, കാറ്. നിങ്ങൾ നോക്കി, ഒരു വീട്ടിൽ നിന്ന് ഓരോ വീട്ടിലും പോയാൽ 2 വീലർ ഉണ്ടാവും, മാരുതി ഉണ്ടാവും, ഇനോവ ഉണ്ടാവും. ഏയിലാ പോണ്ടേ എന്നുള്ള കൺഫ്യൂഷനാണ്. റോട്ടിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ട്രാഫിക്കൊക്കെ നോക്കിയിട്ടാണ് വണ്ടി എടുക്കുക. ആരൊക്കെ പോണ്, എങ്ങോട്ടൊക്കെ പോണ് നോക്കിയിട്ട് ഇഷ്ടമുള്ള വണ്ടി എടുത്ത് പോകാൻ മാത്രം നമ്മളെ മുമ്പിൽ സർപ്ലസാണ്. നമ്മളെ സൗകര്യങ്ങൾ നോക്കി, വീടിൻ്റെ സൗകര്യങ്ങളാകട്ടെ, എന്ത് സൗകര്യങ്ങളും, പൈസ ഉണ്ടോ നിങ്ങൾക്ക് സാധനം ഒരു ഓർഡർ ചെയ്ത സാധനം ഇങ്ങോട്ട് അവിടെ എല്ലാ ഫെസിലിറ്റീസും കിട്ടും. ഇങ്ങനെയൊക്കെ നമ്മൾ ടൈം സേവ് ചെയ്യുന്നുണ്ട്. കുക്കിങ് ചൂടാക്കണ്ട, ഇന്നലെ ഉണ്ടാക്കി ഇന്ന് നമുക്ക് ചൂടാക്കിയെടുക്കുക. ഓവനുണ്ട്, ഫ്രിഡ്ജുണ്ട്, എല്ലാ സംവിധാനം. അരക്കാൻ അരിയണ്ട, അങ്ങനെ ഉണ്ടാക്കിയ കഷ്ണമായിട്ട് ചാടും. അങ്ങനെ എല്ലാത്തിലും നമ്മൾ സമയം ലാഭിക്കണം. അങ്ങനെ ഈ ലാഭിച്ച സമയമൊക്കെ ഒരു 1/2 പേജ് ഖുർആൻ നമ്മൾ അധികം ഓതുണ്ടോ? ഒരു 2 റക്അത്ത് സുന്നത്തെങ്കിലും ഈ സേവ് ചെയ്ത സമയം, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൻ്റെ സൗകര്യപ്പെടുത്താനാണല്ലോ. ഇതൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ സൗകര്യ കൂടുതൽ അള്ളാൻ്റെ ദീനിനോട്, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അതാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത്. എന്തിനിവിടെ വന്നു, ഈ യാത്ര എന്തിനാണ്, അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി, ഇത് അള്ളാഹുവിനെ നന്ദി കാണിക്കാനുള്ളതാണ് ഈ ജീവിതം. ഈ ജീവിതം കനിഞ്ഞരുളി നൽകിയ റബ്ബിന് തിരിച്ച് നന്ദി കേട് കാണിക്കാനുള്ളതല്ല ഈ ജീവിതം. അപ്പം എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? അതാണ് ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ പോണ്, അവസാനിപ്പിക്കാൻ പോവാണ്. നന്ദി കാണിക്കേണ്ട ആവശ്യത നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് നന്ദി കാണിക്കണം, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ജീവിതം നഷ്ടമായി പോകും. എങ്ങനെ നന്ദി കാണിക്കണം എന്ന് പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത്. ഒരു മതം മാറിയ പെൺകുട്ടി, അതിൻ്റെ മതം മാറ്റത്തിൻ്റെ കഥ പറയണ ബുക്കുണ്ടായിരുന്നു മലയാളത്തിൽ. അതിൽ ആ കുട്ടി പറയുന്നുണ്ട്, അത് കുറേ കാലം ഒരു ഹരിജൻ ഹിന്ദു ആയിരുന്നു, പിന്നെ അത് കുറച്ച് കാലം ക്രിസ്ത്യാനിയായി, പെന്തക്കോസ്തോ അങ്ങനെ എന്തായി. അപ്പോൾ അതിലിങ്ങനെ പാട്ടിങ്ങനെ പാടിയിട്ടാണ് പോലെ പെന്തക്കോസ്താരെ ഇത്. അപ്പോൾ അതിൽ ഈ ദൈവത്തെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേക സൗണ്ടും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടി എന്ത് ചോദിച്ചാൽ, ഈ കുട്ടി പറയട്ടോ, ഈ കുട്ടീൻ്റെ അനുഭവം പറയണം. ഈ കുട്ടി അങ്ങനെ വെറുതെ, ഈ കുട്ടിക്ക് ദൈവത്തൊന്നും കിട്ടിയിട്ടില്ല.
പക്ഷെ ദൈവത്തെ കിട്ടിയ മാതിരി കുട്ടി ഒച്ച ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു നോക്ക് ദൈവത്തെ കിട്ടി, ദൈവത്തെ എന്തോ ഇത് കിട്ടിക്കണ നോക്ക്. അപ്പോൾ ഈ കുട്ടി പറയണത് എന്താ വെച്ചാൽ, അപ്പോൾ ഞാനങ്ങനെ കാട്ടിയപ്പം ഇവർക്കൊന്നും മനസ്സിലായില്ല. ഇവരൊക്കെ വിചാരിച്ചു ദൈവത്തിൻ്റെ എന്തോ ഇത് കിട്ടിക്കണേ, ദൈവമായിട്ട് പുതിയ കണക്ഷൻ വന്നിക്കണമെന്നൊക്കെ. അപ്പം അത്രയും പൊട്ടന്മാരാണ്. അപ്പം അങ്ങനത്തെ ഒരു കണക്ഷൻ ദൈവം വെക്കുമെന്നാണ് ഇവൾ ചോദിക്കണത്. ഇത് എനിക്കൊരു ഫ്രോഡ് കളിച്ചിട്ട് ദൈവത്തേറ്റ് കണക്ഷൻ ഉണ്ടെന്ന് ബാക്കിയുള്ളവരൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റിയ അങ്ങനത്തെ ഒരു കണക്ഷൻ, അങ്ങനത്തെ ഒരു മതമൊക്കെ സത്യമാവുമോ? അങ്ങനെ അപ്പോൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നാണ് ഈ കുട്ടി കൺഫ്യൂഷനായത്. എങ്ങനെയാ വെച്ചാൽ ദൈവമുണ്ട്, അതൊന്നാണെന്നൊക്കെ ബോധ്യപ്പെട്ടു. പക്ഷേ എങ്ങനെയാണ് ഈ ദൈവത്തെ ആരാധിക്കേണ്ടത്? ചില ആളുകൾ ഇങ്ങനെ കടന്ന് ഇങ്ങനെ ഉരുളുന്നു, ശയനപ്രദർശനം നടത്തുന്നു. ചില ആൾക്കാർ ഇരുന്ന് കണ്ട് മുട്ടുകുത്തിരുന്ന് പ്രാർത്ഥിക്കണം. ചില ആൾക്കാർ എന്തൊക്കെ കാണിക്കുന്നു, സുജൂദ്, പൊന്തുന്നു, താകണ്, ഇരിക്കണ്, സ്ഥലം അങ്ങനെ കാക്കണ്. വേറെ അപ്പോൾ ഇതൊക്കെ ദൈവത്തെയാണ് ഇവരൊക്കെ ആരാധിക്കണത്, മുട്ടുകുത്തി പ്രാർത്ഥിക്കണവനും. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ദൈവം? അപ്പോൾ ദൈവം പറഞ്ഞത് എങ്ങനെയാണ്? അതാണ് ഈ കുട്ടീൻ്റെ റെലവൻ്റായിട്ട് ചോദ്യം. എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ഇവിടെ എങ്ങനെയാണ് അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത്, പ്രവാചകന്മാർ വന്നത്. ആ മാർഗം നമുക്ക് തോന്നിയ പോലെ നന്ദി കാണിക്കാൻ പറ്റൂല. അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ, അള്ളാഹു ആരാണ് ഇവിടെ നമ്മളെ ഭൂരിപക്ഷം മുസ്ലിങ്ങളോട് ചോദിച്ചാലും പടച്ചോൻ എവിടെയെന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ, പടച്ചോൻ ഇവിടെയൊക്കെ ഉണ്ട് എന്നാ പറയാ. അങ്ങനെ ഒരു വിശ്വാസം തന്നെ ഇസ്ലാമിലില്ല. പടച്ചോൻ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ് പടച്ചോൻ എന്നുള്ളത്, അങ്ങനെ ഒരു അഖീദ ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു അഖീദ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അള്ള ഇവിടെയൊക്കെ ഉണ്ട്. കള്ളു ഷാപ്പിലും അള്ളുണ്ട്, ബ്രാൻഡി ഷാപ്പിലും അള്ളുണ്ട്, കക്കൂസിലും അള്ളുണ്ട്, ബാങ്കിലും അള്ളുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ അള്ള ലോർത്തുണ്ട്, അവിടെയൊക്കെ ഉണ്ട് വരേണ്ടി വരും. അങ്ങനെ അള്ളല്ല. അള്ളാഹു ആകാശത്താണ്. അള്ളാഹു അലൽ അർശി ഇസ്തവ, അള്ളാഹു അർശിൽ ആരോഹണം ചെയ്തവനാണ്. അപ്പൊ അള്ളാഹു അവൻ്റെ ദാത്ത് കൊണ്ട്, ബോഡി കൊണ്ട് അള്ളാഹു അർശിൻ്റെ മുകളിലാണ്. പക്ഷെ അള്ളാഹു അവൻ്റെ സിഫത്ത് കൊണ്ട്, നാമഗുണവിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു അറിയുന്നവനാണ് എന്ന നാമഗുണവിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അല്ലവിടല്ല. നിങ്ങൾ നോക്കി ഖുർആന്റെ പ്രയോഗം മുഴുവൻ അങ്ങനെയാണ്. അള്ളാഹു ഖുർആൻ ആകാശലോകത്ത് നിന്ന് ഇറക്കി എന്നാ പറയണേ. അപ്പൊ അള്ളാഹു മേലെന്ന് താഴത്തേക്കാണ് ഇറക്കിയത്. അള്ളാഹു ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തുന്ന പറഞ്ഞത്. അപ്പൊ ഈസാ നബി താഴത്തുനിന്ന് മേലേക്ക് പോകുന്നതാണ് അതിനകത്ത്. അപ്പം അള്ളാഹു മേലെയാണ്. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹു മേലെയാണ്, അള്ളാഹു ഇറങ്ങാണ് താഴത്തേക്ക്. അല്ല, അള്ള ഇവിടെ ഒന്നുമില്ല. അങ്ങനെ ഒരു അക്കീദ ഇസ്ലാമിലില്ല. ഒരു സ്ത്രീനെ നബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അവർ വിശ്വാസിയാണോ അല്ലേന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹാബത്ത് നബിനോട് ചോദിക്കുകയാണ്. അപ്പൊ നബി ഒറ്റ ചോദ്യം ചോദിച്ച്, നബി അക്കീദ മുഴുവൻ പഠിപ്പിച്ചിട്ടില്ല. നബി തൗഹീദ് റുബൂബിയത്തും തൗഹീദ് അസ്മാഉ സിഫത്തിന്റെ ആയത്തൊന്നും ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ആകെ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, അയിനല്ലാ, അള്ള എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് ആകാശത്തേക്ക് ചൂണ്ടി, അള്ളാ ഫിസ്സമ, അള്ളാഹു ആകാശത്താണെന്നല്ലോ. അപ്പൊ നബി പറഞ്ഞ എന്താണ്, ഓളെ വിശ്വാസം ശരിയാണെന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതെത്ര ആൾക്കാർക്കറിയാം. അപ്പോൾ അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ്, അവൻ എങ്ങനെ നന്ദി കാണിക്കണമെന്ന അറിവ്, അത് പ്രവാചകന്മാർ പഠിപ്പിച്ച വഹിയാണ്. അത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റൂല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കി, വഹി എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കാത്തോണ്ടാണ്. അള്ളാഹിൻ്റെ റസൂല് മരിക്കണ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അന്ത്യനിമിഷങ്ങൾ കേട്ട്, അത് കണ്ട്, അത് വായിച്ച്, അത് കേട്ട്, അല്ലെങ്കിൽ അത് വായിച്ച് കരയാത്തവരുണ്ടാവില്ല. ഒരു വിശ്വാസിയുടെ കണ്ണിൽ നിന്ന് മിനിമം 2 കണ്ണീരെങ്കിലും നബിൻ്റെ അവസാനങ്ങൾ കേൾക്കുമ്പം അല്ലെങ്കിൽ വായിക്കുമ്പം വരും, ഉറപ്പാണ്. അങ്ങനത്തെ എമോഷണലായ രംഗങ്ങളാണ് അവസാനം. ആയിഷ ബീവി കരയുണ്ട് ലാസ്റ്റ്. നബി ആയിഷ ബീവിൻ്റെ മടിയിൽ വെച്ചിട്ടാണ്, തല ചായ്ച്ച് വെച്ചിട്ടാണ് കിടക്കണത്. അങ്ങേയറ്റത്തെ അവശനാണ്, നിൽക്കാനോ നടക്കാനോ പറ്റണില്ല, പള്ളിയേക്ക് പോകണില്ല, കിടക്കുകയാണ്. അങ്ങനെ അവസാനം ഒരു മിസ്വാക്ക് ഇങ്ങനെ ആയിഷ റളിയല്ലാഹുവിനെ ചവച്ചതിൻ്റെ സോഫ്റ്റ് ആക്കിയിട്ട് നബിൻ്റെ വായിൽ വെച്ചെടുത്ത് ആ മിസ്വാക്ക് പല്ല് തേച്ച് നബി ഇലാ റഫീഖിൽ അഅ്ലാ, ഉന്നതനായ അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞ് കണ്ണടക്കുമ്പം ആയിഷ റളിയല്ലാഹുവിനെ കരയുന്നുണ്ട്. ഒരു ഭർത്താവ് മരിച്ചതിൻ്റെ കരച്ചിലല്ല. നമ്മൾ വിചാരിച്ചു മാപ്പിള മരിച്ച പെണ്ണുങ്ങൾ കരയല്ലോ,
അതല്ല. ആയിഷ റളിയല്ലാഹു പിന്നെ പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് കരഞ്ഞത് എന്ന്. എന്തിനാ കരഞ്ഞത്? ആകാശലോകത്തു നിന്ന് സ്വർഗലോകത്തു നിന്ന് ഭൂമിയിലേക്ക് വന്നിരുന്ന വഹ്യ് നിലച്ചു പോയല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. കാരണം നമുക്ക് ആ വഹ്യിൻ്റെ വില മനസ്സിലായിട്ടില്ല. ആയിഷ ബീവിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ആയിഷ ബീവി ആ വഹ്യിന് പലപ്പോഴായിട്ട് സാക്ഷിയായിട്ടുണ്ട്. നിങ്ങൾ നോക്കി, നിങ്ങൾ സൂറത്ത് മുജാദലന്റെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കേണ്ടി. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. ഒരു മനുഷ്യനെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന ആ സംഭവം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ വീട്ടിൽ ഒരു സ്ത്രീ വന്ന് തർക്കിക്കുകയാണ് നബിനോട്. അതിൻ്റെ ഭർത്താവ് അതിനെ ഡൈവോഴ്സാക്കി. അപ്പോൾ ആ ഡൈവോഴ്സ് ആക്കിയതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രശ്നമാണ്. അത് നബിനോട് പറഞ്ഞു കണ്ട് ആ സ്ത്രീ തർക്കിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു നബിൻ്റെ വീട്ടിലുണ്ട്. ഒരു മറക്ക് ബാക്കിലാണ് ആയിഷ ബീവി ഉള്ളത്. ആരാണ് ഇവിടെ വന്നത് എന്നറിയില്ല, എന്താണ് ഇവിടെ നടക്കണ സംസാരം എന്ന് വ്യക്തമായി കേൾക്കണമില്ല. പക്ഷെ ഒരു കാര്യം ആയിഷ ബീവിക്ക് മനസ്സിലായി, ഒരു പെണ്ണ് വന്നിട്ട് നബിനോട് എന്തോ തർക്കിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. കാരണം ഒരു ഉറക്കനെ സംസാരിക്കുന്നുണ്ട് നബിനോട്, തർക്കിക്കണ പോലെ. അപ്പം ആ മറക്ക് പിന്നിൽ നിന്ന് ആരാണ് വന്നത് എന്നോ എന്താണ് പറയുന്നത് എന്ന് പോലും വ്യക്തമല്ലാതെ ഏതോ ഒരു സ്ത്രീ നബിയോട് തർക്കിക്കുന്നു എന്ന് മാത്രമാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് മനസ്സിലായത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ആ തർക്കം അങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പം ആകാശലോകത്ത് നിന്ന് വഹി ഇറങ്ങണം. എന്താണ് വഹി? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. നബിയേ, തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിച്ച ആ സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന്. ഏത്? ഒരു മറക്ക് ബാക്കിൽ നിന്ന് ആയിഷ ബീവി കേൾക്കാത്ത വാക്ക് 7 ആകാശങ്ങൾക്ക് മുകളിൽ അള്ളാഹു കേട്ടിട്ട് അതിൻ്റെ ഉത്തരം ഇറക്കിയേക്കാണ്. എന്താ ചെയ്യേണ്ടതെന്ന്. അത് ആ ആയത്ത് കേൾക്കുമ്പം സഹോദരങ്ങളെ ആയിഷ ബീവിക്ക് കോരിത്തരിക്കൂലേ? കാരണം ഒരു മറക്ക് ബാക്കിൽ നിന്ന് എന്താന്ന് കൂടി മനസ്സിലാണില്ല ഇവിടെ. എന്നിട്ട് ആകാശത്തുനിന്ന് വഹി ഇറങ്ങാണ് എന്താണ് ഇവിടെ നടന്നത് എന്ന്. സഹോദരങ്ങളെ, അങ്ങനെ പല വഹിയുകൾക്കും സാക്ഷിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു നബി മരിച്ചപ്പം. എന്തിന്? വഹി നിലച്ചു പോയല്ലോ എന്ന സങ്കടം കൊണ്ട്. അതുകൊണ്ട് ഖുർആനാകുന്നൊരു വഹി നമ്മുടെ മുമ്പിലുണ്ട്. അതിങ്ങനെ മൂസാ നബിൻ്റെ തൗറാത്തുമാരി ഒരൊറ്റ ഗ്രന്ഥമായി അവതരിച്ചതല്ല വഹി എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാണ്? അത് ഘട്ടം ഘട്ടമായി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നബിൻ്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളും നോക്കി. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പം അതിലെ ഓരോ സൂറത്തുകൾ, ഇപ്പോൾ സൂറത്തു ആലു ഇമ്രാൻ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഉഹുദ് യുദ്ധം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ആ ആയത്തുകൾ നമ്മളോട് ഒരു ഉഹുദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കുന്ന ആയത്തുകളാണ് അതിൽ. നിങ്ങൾ സൂറത്ത് അംഫാൽ എടുത്ത് ഓതി നോക്കി. ബദർ യുദ്ധമാണ് അതിൻ്റെ തുടക്കത്തിൽ. ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ സൂറത്ത്. ഒരു ബദർ യുദ്ധത്തിന് നമ്മൾ അതിൻ്റെ സൈഡിൽ എവിടെയോ നമ്മൾ നിന്ന് ആ യുദ്ധത്തിന് സാക്ഷിയാകുന്ന ആ രംഗങ്ങൾ മൊത്തം നമ്മളെ മനസ്സിലേക്ക് കടന്നു വരുന്ന രൂപത്തിലാണ് സൂറത്തു അംഫാൽ. ഓരോ സൂറത്തുകളും ഓരോ ആയത്തുകൾക്കും ഓരോ പശ്ചാത്തലമുണ്ട്. ഇതൊന്നും വെറുതെ ഇറങ്ങിയത് ആകാശം ഇങ്ങനെ ഇട്ടുന്നതല്ല. കൂന് ചാടണമാരി, കൂന് പൊന്തണമാരി ഓരോ ആയത്ത് ഓരോ നേരത്ത് പൊന്തി വന്നതല്ല. ഓരോ പ്രശ്നങ്ങളിൽ, ഓരോ പ്രതിസന്ധികളിൽ, ഓരോ ജീവിതഘട്ടങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണമെന്നുള്ള ഒരു പ്രായോഗികമായ ഗ്രന്ഥമായിട്ടാണ്, വ്യത്യസ്ത ആയത്തുകളായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. ആ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് എങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത്, ആ ആയത്ത് എങ്ങനെയാണ് പ്രയോഗവൽക്കരിച്ചത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ജീവിതം. അതാണ് ഹദീസ്. നിങ്ങൾ നോക്കി, എങ്ങനെ നിസ്കരിക്കുക. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ഒരു നമസ്കാരത്തെപ്പറ്റി ഖുർആൻ പറയുന്നില്ല. അവിടെ നിസ്കരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അഖാമുസ്സലാത്താന്നാ പറഞ്ഞത്. നിങ്ങൾ നമസ്കാരത്തെ നേരെയാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ നിസ്കരിക്കുക? അതുകൊണ്ടാണ് ചേകന്നൂരിന് വഴിതെറ്റിപ്പോയത്. ചേകന്നൂർ പറഞ്ഞാൽ എന്താ, അങ്ങനെ നിസ്കാരം 5 വക്തില്ല, അത് 3 വക്തുള്ളൂ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുമില്ല, പടച്ചോൻ ഓർത്താ മതിന്നായി. അതൊക്കെ പറയാൻ കാരണം എന്താ? ഖുർആനിൽ അങ്ങനെ നിസ്കാരത്തെ പറ്റി പറയണില്ല. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്നൊരു നമസ്കാരത്തെ പറ്റി ഖുർആൻ പറയണില്ല. അത് എവിടുന്നാ കിട്ടുക? അത് നിസ്കരിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അത് ഹദീസിലാണ്. നബി ഇങ്ങനെ കൈയെട്ടി,
നബി നെഞ്ഞത്ത് കൈവച്ചു. നബി ഇന്ന പ്രാർത്ഥന, നബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് ഫാത്തിഹ തുടങ്ങി. ഉറക്കെ ഓതിയത് അൽഹംദുലില്ലയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കെ ബിസ്മി ഓതാത്തത്. ഇത് വെറുതെ ഓരോരോ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി ഓതാതൊക്കെ അല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മി പതുക്കോതാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ തുടങ്ങിയത് അൽഹംദു കൊണ്ടാണ് എന്ന് ഹദീസുണ്ട്. ഉറക്കെ ഓതിയത് അൽഹംദു ആണ്, ബിസ്മി ഓതിയത് ഒരു കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ബിസ്മി മെല്ലെ ഓതുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുർആനിനെ നമുക്ക് ജീവിച്ച് കാണിച്ചെന്നു. അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ. നിങ്ങൾ അത്രയും കാലം ആലോചിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ലോകാവസാനം വരെ നിലനിൽക്കുന്ന വഹിയാണ് ഖുർആനും അതിൻ്റെ വിശദീകരണമാണ് നബിയുടെ ഹദീസും. അതാണ് അത് വള്ളി പുള്ളി മാറ്റല്ല. അത് ആർക്കാണ് അവതരിച്ചത്? അത് സഹാബത്തിനാണ്. ആരാണവർ? ആരാണ് സഹാബികൾ? അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്. ആ തൃപ്തിപ്പെട്ട ആദ്യത്തെ ജനറേഷൻ അവർക്കാണ്. കാരണം അവരുടെ മനസ്സങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം നബി സദസ്സെന്ന് പറയുമ്പം അതവർ ഏറ്റെടുക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹിൻ്റെ ഹദീസുകൾ കണ്ടിട്ടില്ലേ? തറാവീഹിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 2-3 ദിവസമേ തറാവി നിസ്കരിച്ചിട്ടുള്ളൂ. ആദ്യം ഒരു ദിവസം വന്ന് നിസ്കരിച്ചു. അപ്പോൾ അവിടെ എല്ലാ ആൾക്കാരൊക്കെ അതിൽ കൂടി. ഓരെന്ത് പറഞ്ഞു? ഓര് പുറത്ത് പിന്നെ പിറ്റേന്ന് പോയിട്ട് പറഞ്ഞു, നബി ഇന്നലെ രാത്രി ഇശാക്ക് ശേഷം ഒരു രാത്രി നിസ്കാരം പള്ളിക്കെന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മൊത്തം ജനങ്ങൾ കൂടളകി വന്ന്, സഹാബത്ത് മൊത്തം. അങ്ങനെ 2-ാമത്തെ ദിവസം വമ്പൻ ജനങ്ങളായിരുന്നു പള്ളിക്ക്. 3-ാമത്തെ ദിവസം നബി വന്നില്ല. എന്തേ വരാഞ്ഞ്? എല്ലാവരും പള്ളിക്ക് കുത്തിരിക്കുക. ഈ വന്ന ആൾക്കാരും മുഴുവൻ. നിങ്ങൾക്കറിയാം, മദീനത്ത് പോയവർക്കറിയാം, മിമ്പറും നബിൻ്റെ വീടും തമ്മിൽ തീരെ ദൂരല്ല. ഒന്ന് പാടി വെക്കിയാൽ മതി. ഒരു കർട്ടൻ്റെ മറവിലാണ് നബി കിടന്നുറങ്ങണത്. ഒരാൾ പോലും ചോദിച്ചില്ല എന്തെങ്കിലും വരാത്തത് നിസ്കരിച്ചാന്ന്. സുബൈക്ക് നബിക്ക് പള്ളിക്ക് വന്നപ്പോൾ എല്ലാവരും കൊണ്ട് ഉറപ്പിച്ച് കുത്തിരക്കണേ. നിങ്ങളാരും പോയിട്ടില്ല ചോദിച്ചു. അല്ല, നിങ്ങളൊന്ന് നിസ്കരിച്ചാൽ വരും വിചാരിച്ചിരിക്കുകയാണ്. അത് ഞാൻ വരാഞ്ഞെന്താ അറിയോ? നിങ്ങളൊക്കെ കൂടി കണ്ടപ്പോഴേ ഇതിപ്പോൾ പടച്ചോനങ്ങോട്ട് നിർബന്ധമാക്കിയാലേ നിങ്ങളെ കൊണ്ട് പറ്റും. ഇനി വരാൻ പോണ കൗമിനെ കൊണ്ട് ഇതൊന്നും കഴിഞ്ഞോളന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞാറുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നിസ്കാരമല്ലാറുണ്ട്. നിങ്ങളെല്ലാം പോയി നിസ്കരിച്ചോളിയായിരുന്നു. ഇവിടെ പള്ളിക്കല്ലാറുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് പിന്നെ നിസ്കാരമല്ല. ഉമർ റളിയല്ലാഹു അൻഹുവാണ് പിന്നെ 2-ാമത് വീണ്ടും ജമാഅത്ത് കൊണ്ടുവന്ന്. തമീമുദ്ദാരിനെയും ഉബയ്യ് ഇബ്നു കഅബിനെയും ഇമാമാക്കി ഉമർ റളിയല്ലാഹു 2-ാമത് തറാവി കൊണ്ടുവന്ന്. പക്ഷെ ഉമർ റളിയല്ലാഹു പറഞ്ഞ കാരണം എന്താണ്? നിർബന്ധമാക്കാൻ ഇനിവിടെ സാധ്യതയല്ല. കാരണം ഇനിവിടെ വഹി വരാൻ പോലില്ല. നബി മരിച്ചുപോയി. ഇവിടെ ഇനി ഇത് നിർബന്ധമാക്കണ പേടി, നബി പേടിച്ച പേടി നമുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോളിയാണ്. ഇപ്പം ഞാനത് പറഞ്ഞു വന്നെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്ത് അവർ കാത്തിരിക്കുന്നു നബി നിസ്കരിച്ചാൽ വരും. നിങ്ങൾക്ക് പറ്റുമോ? നേരം വെളുക്കോളം ഇവിടെ ചോദിച്ചാൽ മതി. നമ്മൾ 10ൻ്റെ ഇമാമിനെ കാണാൻ ഞാൻ എന്താ 5 ഞാൻ എത്രവും കടന്നുറങ്ങുക? കൂലി എടുക്കില്ലോന്. പണ്ട് കോട്ടക്കൊരു ചങ്ങായി അസറിന് ഇടക്കിടക്കും അസറിന് ബാങ്കും കേൾക്കൂല. അപ്പോൾ ഈ പള്ളിക്ക് ഈ സ്ഥിരമായിട്ട് പള്ളിക്ക് വരുന്ന തന്താരുണ്ടാവും. കുറ്റം പറയല്ല കേട്ടോ. അപ്പോൾ ഓൽക്ക് ബാങ്ക് മിസ്സായാൽ മനസ്സിലാവും. ഓല് വന്ന് കണ്ട് ചോദിച്ചു എന്താണ് ബാങ്ക് കൊടുക്കാത്തത്? അപ്പോൾ ഓൻ ഉറങ്ങിപ്പോണാണ്. അപ്പോൾ പെരും കച്ചറ. ഓൻ പൈസ എടുത്ത് അപ്പോൾ അവസാനം ഓൻ പറഞ്ഞെന്തറിയോ? അസറിൻ്റെ പൈസ കുറച്ചളിയും. അസറിൻ്റെ പൈസ കുറച്ചെന്നളിയും. എന്നാലും ഞാൻ നീച്ചൂലാന്ന്. ഇത് നിങ്ങൾ ആലോചിച്ചോക്കി. ഇവിടെ ആൾക്കാർ നേരം വെളുക്കോളം സുബൈയാകോളം സഹാബത്ത് ഇരിക്കുകയാണ് നബിനെയും കാത്ത് നിസ്കരിച്ചാൽ. അതുകൊണ്ടാണ് നമ്മൾ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിടക്ക് ചോദിക്കുന്നു, നമ്മളൊക്കെ അക്കാലത്ത് ജീവിച്ചാൽ മതിയല്ലോ, അല്ലെ സഹാബിയറ്റ് ആയാൽ മതി, വെറുതെ നിന്നാൽ മതി, ഞാൻ കൂട്ടത്തൂടെ പോയിക്കോളൂ. അത് നമ്മളാവൂല. കാരണം എന്താ വെച്ചാൽ ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ അള്ളാഹു മുകളിൽ നിന്ന് ലോകത്ത് ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് നോക്കി എന്നാണ്. എല്ലാവരും ഇനി ജനിക്കാൻ പോണ മുഴുവൻ മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നോക്കി. സഹിയായ ഹദീസാട്ടോ. എന്നാൽ ഏറ്റവും ഹൃദയമുള്ള കുറച്ച് ആൾക്കാരാണ് സഹാബികളാക്കി വെച്ചത്. ആ കൂട്ടത്തിൽ നിന്ന് ജനിക്കാൻ പോണ മുഴുവൻ മനുഷ്യന്മാരിലും നല്ല ഹൃദയമുള്ള മനുഷ്യന്മാരെയാണ് സഹാബികളാക്കി വെച്ചത്. ഓരെയാണ് നബി, ഓലെ കൂട്ടത്തേക്കാണ് നബിനെ വിട്ടുകണത്. അപ്പം അതുകൊണ്ട് ആ ബേജാരം വേണ്ട. ഓല് തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ മനസ്സുള്ളതുകൊണ്ടാണ് ഓല് റളിയല്ലാഹു അൻഹു നമ്മൾ പറയണത്. നമ്മളെ കൊണ്ട് ഇതിന് പറ്റും. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ഒരു 10 കഴിഞ്ഞാൽ പോയി നോക്കൂല എന്താ വരാത്തത്? ഒരു സുബൈക്ക് നബിന് വന്നപ്പോഴാണ് നോക്കി. നബി എന്ന് നിങ്ങൾ പോയിട്ടില്ലല്ലോ, ഞങ്ങൾ നിങ്ങളെ കാത്തിക്കുന്നു. നിങ്ങൾക്ക് പറ്റുമോ? അതുകൊണ്ടാണ് ഒരു സഹാബിയായത്.
റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറഞ്ഞ അങ്ങനെ ദീനിൻ്റെ കാര്യത്തിൽ മത്സരിച്ചവരായിരുന്നു. നിങ്ങൾ ആലോചിക്ക്, ഇത്ര 1,00,000 ചില്ലാന സഹാബിമാരും ഹജ്ജത്തുൽ വദാ നബിൻ്റെ ലാസ്റ്റ് ഹജ്ജിന് നബിൻ്റെ കൂടെ പോയിക്കണ്. പക്ഷേ നിങ്ങൾ മദീനത്ത് പോയി നോക്കി ആകെ 10,000 കുറഞ്ഞ സഹാബിമാരുടെ ഖബറേ അവിടെ കാണുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ സഹോദരങ്ങളെ, ബാക്കിയൊക്കെ വിശാലമായ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഓരോരോ സ്ഥലങ്ങളിൽ ഗവർണർമാരുമായിട്ട് ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി പോയി. ഒരാരും ജന്മനാട്ടിലേക്ക് വന്നിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. അവരൊക്കെ അവിടെ മറവ് ചെയ്യപ്പെടുകയുണ്ടായത്. അപ്പം അങ്ങനെ ദീനിനെ സ്നേഹിച്ചവരായിരുന്നു സഹാബത്ത്. അപ്പം ആ സഹാബികൾക്കിടയിലേക്കാണ് ഖുർആൻ അവതരിക്കുന്നത്. അവരാണ് അതിനെ ജീവിപ്പിച്ചത്, അവരാണ് താബികൾക്ക് പഠിപ്പിച്ചത്. അതിങ്ങനെ വെറും ഒരു വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഈ മാറ്റമുണ്ടാക്കിയത് എന്ന് ഖുർആൻ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. സൂറത്ത് ജുമയിലൊക്കെയുള്ള ആയത്തില്ലേ, യത്ലൂനൽ കിതാബ, കിതാബ് ഓതിക്കൊടുത്തു എന്നാ പറഞ്ഞത്. അള്ളാന്റെ റസൂല് ഓരോ ഖുർആൻ കൊണ്ട് മാറ്റിയത്, വഹി കൊണ്ട് മാറ്റിയത് എങ്ങനെയാണ്? ഓർക്ക വഹി ഇങ്ങോട്ട് ഓതിക്കൊടുത്തു. എന്നിട്ടോ വയുഅല്ലിമുഹുമുൽ കിതാബ, അവരെ ഓതിക്കൊടുത്തു എന്ന് പറഞ്ഞ് അള്ളാഹ് അവസാനിപ്പിക്കണില്ല. അവരെ കിതാബ് പഠിപ്പിച്ചു എന്നാണ്. നമ്മളും മാറേണ്ടത് അങ്ങനെയാണ്. ഇമാം മാലിക് പറഞ്ഞതുപോലെ ലോകാവസാനം വരെയുള്ള ഏതൊരു ജനതയെയും ജനത്തെയും മാറ്റണമെങ്കിൽ ഇന്നും ആ വഹി കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ എന്തൊക്കെ ഗോഷ്ട് കാട്ടി ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ നോക്കിയാലും അവർ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകും. നിങ്ങൾ കുറേ മുട്ടായി കൊടുത്താലും അല്ലെങ്കിൽ നിങ്ങൾ കിറ്റ് കൊടുത്തിട്ട് നമ്മൾ ഒരാൾ മതത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല. കാരണം ആ കിറ്റ് കഴിയുമ്പോൾ എൻ്റെ വഴിക്ക് പോകും. അങ്ങനെയല്ല ഇവിടെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തത്. ഈ അന്ധകാരത്തിൽ ആ മണലാരണ്യത്തിൽ ആ കാട്ടറബികൾക്കിടയിൽ ഒരു വലിയ സമൂഹത്തെ 23 വർഷം കൊണ്ട് എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന സംഭവം അള്ളാഹു സൂറത്ത് ജുമയിലും മറ്റു സൂറത്തുകളിലൊക്കെ പറയുന്നുണ്ട്. യത്ലൂനൽ കിതാബ, കിതാബ് ഓതിക്കൊടുത്തു. അള്ളാൻ്റെ റസൂൽ അവർക്ക് ഇങ്ങനെ ആയാത്തിഹി, അള്ളാൻ്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തു. എന്നിട്ടോ വയുഅല്ലിമുഹുമുൽ കിതാബ, ഒരാ കിതാബാണ് പഠിപ്പിച്ചേക്കാണ്. ഖുർആൻ ക്ലാസ് എടുത്തിട്ട് തന്നെ പഠിപ്പിച്ചേക്കാണ്, തഅലീം നടത്തിയേക്കാണ്. അല്ലമഹുമുൽ കിതാബ എന്നാണ്. വായിച്ചെടുത്തൊക്കെ മാത്രമല്ല, അങ്ങനെ ഓതിപ്പോയേക്കല്ല. എന്നിട്ട് എന്താ ഉണ്ടായത്? വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. ഈ 3 സ്റ്റെപ്പ് വേണം. അത് ഓതി പഠിക്കണം, അത് ഓതണം. 2 അത് പഠിക്കണം. 3 അതനുസരിച്ച് ജീവിച്ച് മാറ്റമുണ്ടാക്കി കാണിച്ചു കൊടുക്കണം. ഈ 3 സ്റ്റേജിലൂടെ ആ ഖുർആൻ, ആ വഹി കടന്നു പോയിട്ടുണ്ട്. വെറും ഒരു ആകാശത്തിന് വഹി ഇട്ടൊക്കെയല്ല, ആ വഹി കേട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ അവരെ ഏറ്റു പറഞ്ഞ് അതവർ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, അള്ളാൻ്റെ റസൂലിന് ഖുർആൻ ഇറങ്ങിയപ്പം നബിക്ക് എന്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ലാ തുഹർരിക് ബിഹി ലിസാനക് എന്നുള്ള ആയത്തുണ്ട് ഖുർആനിൽ. ആ ആയത്തിൻ്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കണ്ടി. കരയും ചിലപ്പോൾ നിങ്ങൾ കരഞ്ഞിട്ട് കണ്ണീര് വരും. കാരണം അതൊരു വഹി ഇങ്ങോട്ട് വരുമ്പം നബിക്ക് ടെൻഷനാകുകയാണ്, ഈ വഹിയറ്റ മറന്നു പോകുമെന്ന്. എന്നിട്ട് നബി പിന്നെയും ഇങ്ങനെ ചെല്ലാണ്. ഈ വന്ന വഹി മറന്നു പോകാതെക്കാൻ വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് നാവിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നബി. അപ്പൊ അള്ളാഹ് പറയാണ് ലാ തുഹർരിക് ബിഹി ലിസാനക്, നബിയെ ഇങ്ങനെ നാവിട്ട് അടിച്ചിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഞാനാണ് ബൈഹാർട്ടാക്കി തരാം, നിങ്ങൾ ചെല്ലി പഠിച്ചണ്ടാന്ന്. അപ്പൊ നബി അത്ര എഫർട്ട്, ഞാൻ പറഞ്ഞെന്തറിയോ, നബി പോലും അത്ര എഫർട്ട് ഖുർആൻ പഠിക്കാൻ എടുത്തിട്ടുണ്ട്. നമ്മളെന്താ ഒരു സഹോദരനെ കഴിഞ്ഞ ദിവസം ചോദിക്കാണ്, ഒതു വേണോ ഖുർആൻ ഓതാൻ? അപ്പോൾ അത് ഖുർആൻ ഓതാൻ ഒതുവിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നിർബന്ധമല്ല, ഓതൽ മുസ്തഹബേ ഉള്ളൂ, അതും മുസാഫ് തൊടാൻ മുസ്തഹബേ ഉള്ളൂ, ഓതനീന് നിർബന്ധമല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ മുപ്പരെ കാണാനില്ല. മുപ്പര് പോയിട്ട് അൽക്കഫ് ഓതാൻ വെള്ളിയാഴ്ച രാവിലെ സംഭവം. അപ്പോൾ മുപ്പര് കുറച്ച് നേരം മിസ്സിങ് ആണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്നപ്പം ചോദിച്ചു, ഖുർആൻ ഓതാൻ പോയതാണോ ചോദിച്ചു. ആ ഖുർആൻ ഓതാൻ പോയത്. അപ്പോൾ എന്താ ഇപ്പോൾ ചോദ്യം ചോദിച്ചു. ആ സൂറത്തുൽ കഹ്ഫ് എന്ന് വെള്ളിയാഴ്ചയല്ലേ, അൽക്കഫിൻ്റെ അർത്ഥം എന്താ ചോദിച്ചു. 12 വരെ മദ്രസ പഠിച്ച ആളാണ്, അൽക്കഫിൻ്റെ അർത്ഥം അറിയില്ല. സഹോദരങ്ങളെ, ഇതാണ് നമ്മളെ അവസ്ഥ. ഖുർആനായിട്ടുള്ള ബന്ധം ഇത് വഹിയാണ്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഇതിനോട് നമ്മുടെ ബന്ധം എന്താണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഈ ഖുർആനുമായിട്ട് നമ്മളെ ബന്ധം നമ്മളൊന്ന് തീരുമാനിക്കണം. കാരണം ഈ വഹിയിലൂടെയാണ് നമ്മത് അവസാനിപ്പിക്കാൻ പോവാണ്. അതിലെന്താ വെച്ചാൽ മൂസാ നബി അലൈഹിസ്സലാം ഈ വഹി വിശുദ്ധ ഖുർആനാകുന്ന ഈ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ പേര് മൂസാ നബിൻ്റെ പേരാണ്. ഇത് തൗറാത്തല്ല. മൂസാ നബിക്ക് ഇറങ്ങിയ തൗറാത്താണ്, ഈസാ നബിക്ക് ഇറങ്ങിയ ഇഞ്ചീലാണ്, മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് എന്ത്, ഖുർആന്. പക്ഷേ ഈ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് മുഹമ്മദ് നബിൻ്റെ പേര് ആകെ 5 മൂസാ നബിൻ്റെ പേര് 125 വട്ടമുണ്ട് ഖുർആനിൽ. എന്താ ഈ മൂസാ നബിൻ്റെ കഥ എത്ര അധികം പറയാൻ മാത്രം? ഇത് അവസാനിപ്പിക്കാൻ പോകണം. മൂസാ നബിൻ്റെ കഥ ഇത്ര പറയാൻ മാത്രം എന്താണ് കാരണം?
മൂസാ നബിൻ്റെ കഥയിൽ കുറേ പാഠങ്ങളുണ്ട്. ഇടക്കിടക്ക് മക്കയിലെ ഖുറൈശികളോട് ഒരിങ്ങനെ നബി പറഞ്ഞതൊന്നും ഒരു കേൾക്കൂല. നബിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം നബി പറയണത് ആരോടാണ്? മൂത്താപ്പാൻ്റെ മക്കൾ, എളാപ്പാൻ്റെ മക്കൾ, അയൽവാസികൾ, കുടുംബക്കാരും ഒക്കെ ചോരയാണ്. ഈ ഖുറൈശി ഗോത്രം ഇവരോടൊക്കെയാണ് ഇത് പറയണത്. പക്ഷെ അത് ഒരു കേൾക്കണില്ല. അപ്പോൾ ഒരു കേൾക്കാതെ വെക്കുമ്പോൾ നബിക്ക് സങ്കടമാണ്, വിഷമമാണ്. അതുകൊണ്ടാണ് നബി നബിയെ താങ്കൾ ഇതൊക്കെ അവർ ഈ സന്ദേശം അവർ കേൾക്കാത്തതിൻ്റെ പേരിൽ താങ്കളുടെ ജീവൻ ഒടുക്കുന്നവനായേക്കാന്ന അത്രയും നബിക്ക് വിഷമുണ്ട് എന്ന്. അതിൻ്റെ മേലെന്ന് ചാടി താഴത്തേക്കൊന്ന് മൂണാലോന്ന് വരെ നബിക്ക് തോന്നി ഇവരിത് പറഞ്ഞേക്കായിട്ട്. അതിനാണ് ആ ആയത്തിറങ്ങിയത്. തൻ്റെ താങ്കൾ ജീവൻ ഒടുക്കുന്നവനായേക്കാം, ഇവരിത് സ്വീകരിക്കണില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ. കാരണം എന്താ? ഇവർ സ്വീകരിക്കാത്തതുകൊണ്ട് ഇവർ നീ അകന്നു പോയത് കുടുംബക്കാരും നാട്ടുകാരാണ് ഈ കേൾക്കാതെ നിൽക്കണത്. അപ്പം അത്രയും വിഷമം നബിക്കുണ്ടായിരുന്നു, അത്രയും സ്നേഹം നബിക്കോരോടുണ്ടായിരുന്നു. അപ്പം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് അവർ നിഷേധിച്ചപ്പോൾ അപ്പം ഇറങ്ങണ ആയത്താണ് മൂസാ നബിൻ്റെയും ബനു ഇസ്രായേലിൻ്റെയും ആദ് സമൂദ് ഗോത്രത്തിന് നിഷേധികൾക്ക് മുമ്പ് സംഭവിച്ച പര്യവസാനം നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഖുർആൻ ഇടക്കിടക്ക് ചോദിക്കണം. അതുകൊണ്ടാണ്. കാരണം ഇവർ നിഷേധിച്ചപ്പോൾ ഓരോട് ചോദിക്കണ്, മറ്റൊരു നിഷേധിച്ചത് ഓരോ അവസ്ഥ എന്താ നിങ്ങൾ കണ്ടില്ലേ? മൂസാ നബിൻ്റെ കഥ ഇടക്കിടക്ക് പറയണ എന്താ സഹോദരങ്ങളെ? മൂസാ നബിൻ്റെ കഥയിൽ ഭയങ്കരമായ പാടുണ്ട്. നിങ്ങളിപ്പോൾ ആൾക്കാർ ചോദിക്കുമല്ലോ, എന്താണ് ഇപ്പോൾ സ്ഥിതി? ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞ് വീണ്ടും മറ്റേ നിയമമൊക്കെ കഴിഞ്ഞ് വീണ്ടും വരാൻ പോവുകയാണ്. നമ്മളെ കാലൊക്കെ ഇപ്പോൾ ഏതായാലും കഴിഞ്ഞു, നമ്മളിഞ്ഞ് കുറച്ചും കൂടിയൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. നമ്മളെ കുട്ടികളൊക്കെ എന്താ അവസ്ഥ? എന്തെങ്കിലും ഓർക്ക് വലുതാവുമ്പോൾ ഓർക്ക് കഴിഞ്ഞ് ഇവിടെ പൗരത്വം ഉണ്ടാവുമോ, ഓർക്ക് വോട്ടുണ്ടാവുമോ, ഓർക്ക് ജോലി കിട്ടുമോ, ഓര് ഇവിടുന്ന് പോകേണ്ടി വരുമോ? എന്തൊക്കെ ബേജാറാണ് ആൾക്കാർക്ക് അറിയോ? ബേജാറൊക്കെ നല്ലത് തന്നെ. പക്ഷേ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കി, വിശുദ്ധ ഖുർആനിൽ ഒരു ഫിർഔൻ എന്ന് പറഞ്ഞ ആളെ പറ്റി പറയുന്നുണ്ട്. ഫിർഔൻ്റെ എന്ത് ചെയ്തു? ഫിർഔന് ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയുന്നു. അതൊക്കെ അങ്ങനെ ആലോചിക്കാൻ പറ്റുമോ? മോഡി അതൊന്നും ചെയ്യണില്ലല്ലോ. ജനിക്കണ മുഴുവൻ. സാധാരണ ഒരു പെരിയിലൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ എന്താ, അപ്പോൾ ഭർത്താവിന് പോലീസുകാർ പിടിച്ചുകൊണ്ടായി. അപ്പോൾ ആ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ പെണ്ണുങ്ങൾ എന്താ പറയുക? എൻ്റെ കുട്ടി വലുതായി വരട്ടെ എന്നാ പറയാം പ്രതികാരത്തിനേ. എൻ്റെ കുട്ടി വലുതായി വരട്ടെ എന്ന്. അവിടെ കുട്ടിയാൾ പോലും ഇല്ല, ജനിക്കണ കുട്ടിയാളെയും കൊല്ലുകയാണ്. മാപ്പിളിനെ പിടിച്ചുകൊണ്ടിരിക്കണ്, കുട്ടീനെ ജനിക്കണ ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയുക, സ്ത്രീകളെ ഉപദ്രവിക്കുക. അങ്ങനെ നിന്ദിക്കപ്പെട്ടവരും പ്രയാസപ്പെട്ടവരുമായിരുന്നു ബനു ഇസ്രായേൽ. എന്നിട്ട് മൂസ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് അവർ ആലോചിക്കുക, ആ ഒരു പീഡനത്തിലും അതിൻ്റെ ഇടയിലൊക്കെ മൂസാ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാണ്, തൗഹീദ് പറയാണ്, പ്രബോധനം നിർവഹിക്കുകയാണ്. എന്നിട്ട് വളരെ ചെറിയ ഒരു പട്ടിണി പാവങ്ങളായ ചെറിയൊരു സംഘം, അത്രയും ലൈഫീങ്ങളാണ്, ഒന്നുകൂടി ചൂടായ മാറ്റി പറയുന്ന ആൾക്കാരാ. അത്രയും ഈമാൻ കുറഞ്ഞ കൗമിൻ്റെ കൂടെയാണ് മൂസാ നബി അലൈഹി സ്വലാം നിൽക്കുന്നത്. നമുക്ക് ആ ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് അവസാനം പിടിക്കപ്പെടാൻ സമയത്ത് ഒരു പറയില്ലേ, എന്താണ്, ഫിറഔൻ്റെ മുഴുവൻ സമൂഹം, ആ ഫിറൗൻ്റെ സൈന്യങ്ങളും മൂസാ നബിൻ്റെ സംഘത്തിൻ്റെ പിന്നാലെ കൂടുകയാണ്. മണ്ടി കഴിച്ചിലായി ലാസ്റ്റ് എത്തിയതോടെയാണ് ചെങ്കടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങോട്ട് നോക്കിയാൽ ചെങ്കടൽ, ബാക്കൊക്കെ നോക്കിയാൽ ഫിറൗനും സൈന്യവും. ഇനി ഒന്നും ചെയ്യാനില്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കഴിഞ്ഞു, ഇനി കീഴടങ്ങൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയാണ്, ഫലമ്മ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. നമ്മൾ പിടിക്കപ്പെടാൻ പോവാണ് മൂസ, കഴിഞ്ഞു, നമ്മളെ പരിപാടി കഴിഞ്ഞു മൂസ, നമ്മൾ പിടിക്കപ്പെടാൻ പോവാണ്. അപ്പം ആ മൂസാ നബിൻ്റെ ഒരു മറുപടി ഉണ്ട്, അത് നമ്മൾ ഹൃദയത്തിൽ കുറിച്ചിടണം. നോക്കി നിങ്ങൾ, ഖാല കല്ല, ഇല്ല എന്നാ പറഞ്ഞത്, പിടിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാനുള്ള പവർ എന്താ നിങ്ങൾക്കറിയാം? അവിടുത്തെ അടുത്ത വാക്കാണ് ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അതിൻ്റെ അറക്കത്ത് നോക്കണ്ടി, സയഹ്ദീനി എന്നാണ്, ഒരു നൂനിന് കെസറുണ്ടാവും. അവൻ എനിക്ക് വഴി കാണിച്ച് തരുന്നതാണ്. ആ റബ്ബിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാണ്, ഒരു പിടിച്ചിട്ടൊന്നുമില്ല. പിടിക്കപ്പെടുന്നു പറഞ്ഞപ്പോൾ പെടൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹ് പറയാണ്, ആ ചെങ്കടലിൽ അടിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ശരിക്കും അള്ളാഹ്ക്കുമാണെങ്കിൽ ആകാശത്ത് കൂടെ പറത്തിക്കാണ്ട് അപ്പുറത്തേക്കാണ് കൊണ്ടിടാൻ പറ്റും അല്ലേ? ഇസ്രാ മിറാജ് നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുറാക്കിൻ്റെ മേലെയാണ് ആകാശത്തേക്ക് പോയത്. പക്ഷെ മദീനത്തേക്ക് പോയത് അങ്ങനല്ല. 3 ദിവസം കഷ്ടപ്പെട്ട് ഒളിച്ചും പാർത്തും കഷ്ടപ്പെട്ടിട്ടാണ് മദീനത്തേക്ക് പോയത്. എന്തേ? ബുറാക്കിൻ്റെ മേലെ നബീനെ മദീനയ്ക്ക് അയക്കാൻ അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടാ. അപ്പോൾ ഇതിനൊക്കെ ഒരു ലോജിക്കുണ്ട്. മറിയം ബീവി വളരെ പ്രയാസപ്പെട്ട് പ്രസവ വേദന കടിച്ചമർത്തി വിശന്ന് നിൽക്കുമ്പം ആ ഈത്തപ്പനൻ്റെ മോളിൽ നിന്ന് ഈത്തപ്പന താഴത്തേക്ക് ഇട്ടുകൊടുക്കാൻ പടച്ചോൻ അറിഞ്ഞൂടെ? പക്ഷെ അപ്പോഴും പടച്ചോൻ പറഞ്ഞെന്താ, ആ ഈത്തപ്പന പിടിച്ച് കുലുക്കാനാണ്. ഇപ്പം ഈ ഈത്തപ്പന നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് അറിയില്ല, നമ്മൾ ഈ കറൂത്തൻ്റെ മാതിരിയാണെന്നാണ് വിചാരിച്ചത്.
ഇതിപ്പോൾ കണ്ടപ്പോൾ ഇത് പിടിച്ച് കുലിക്കാലൊന്നും കുലുങ്ങൂലത്. അജാതിമാരാണ് ഈത്തപ്പന പറഞ്ഞാൽ. അത് കുലിക്കാലേമെന്ന് ഈത്തപ്പന ചാടൊന്നുമില്ല. പക്ഷെ മറിയമ്പീനോട് പറഞ്ഞ് പിടിച്ച് കുലിക്കാനാ, അപ്പോൾ ചാടി. എന്താ കുലിക്കാതെ ചാടിച്ചാൻ പടച്ചോനറിയില്ലേ? ബുറാക്കിന്റെ മേലെ ഇസ്രാ മീറാജ് നടത്തിയ പടച്ചോന് നബിനെ മദീനത്തേക്ക് ബുറാക്കിന്റെ മേലെ കൊണ്ടുപോകാൻ അറിയില്ലേ? എന്തേ കൊണ്ടുപോകാഞ്ഞ്? ഒളിച്ചും പാർത്തും ഗുഹയിൽ നിന്നിട്ടും പേടിച്ചിട്ടും ഒക്കെയാണ് നബി മദീനത്ത് 3 ദിവസം കൊണ്ടെത്തിയത്. അതേപോലെ അവിടെ ഒരു വടിയുണ്ട്. മൂസാ നബിൻ്റെ അടുത്ത് ആകെയുള്ള എന്താ? വടിയാണ് ആകെ മൂസാ നബിൻ്റെ അടുത്തുള്ളത്. വേറെ ഒന്നുമില്ല. ഈ ഫിറോവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ ഉള്ള എന്താ? വടി. ആ വടി കൊണ്ടാണ് വെള്ളത്തിൽ അടിച്ചത് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക. ബാക്കി പടച്ചോനാണ്. അവിടെ അടിച്ചാനാ പറഞ്ഞത്. ആ ചെങ്കടല് അടിച്ചാൻ പറയുമ്പോൾ മൂസാ നബിക്ക് അറിയാം എത്തപ്പെടെ അടിച്ചാൽ നടക്കാൻ പോണ്. അടിച്ചപ്പോൾ 2 പിളർന്നു. അപ്പോൾ നമ്മൾ കഴിച്ചിലാവുന്നേ നമ്മൾ ആലോചിക്കണുള്ളൂ. കഴിച്ചിലായിന്ന് മാത്രമല്ല, മറ്റവനയിൽ മുങ്ങിച്ചത്തു. എന്തൊക്കെ പരിവാരങ്ങൾ എന്തൊക്കെയായിരുന്നു അതൊക്കെ അതിൽ അമർന്നു കഴിഞ്ഞു. അപ്പം പടച്ചോന് ഇതിൻ്റെയൊക്കെ മേലെ തന്ത്രം പടിയുന്നവനാ. ആ അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധം, അതാണ് ഒരു വിശ്വാസിയെ ഏത് പ്രതിസന്ധിയിലും. ഇതിവിടെ മൂസാ നബിൻ്റെ കഥ ഇതൊക്കെ ഇങ്ങനെ നമ്മളോട് പറയണം എന്തിനാണ്? ഇതിങ്ങനെ ഒരു മോടി വരും വിചാരിച്ചിട്ടല്ല. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നിങ്ങനെ മുട്ടി നിൽക്കുമ്പോഴും സഹോദരങ്ങളെ ഒരു നിരാശ വരാൻ പാടില്ല. എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്. ആ റബ്ബ് എൻ്റെ ഏറ്റവും വലിയ വെൽവിഷറാണ്. എൻ്റെ ഗുണകാംക്ഷിയാണ് എൻ്റെ റബ്ബ്. ഞാൻ ഏറെ സ്നേഹിക്കുന്നത് എൻ്റെ റബ്ബിനെയാണ്. അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എപ്പോഴും. നമ്മൾ സ്നേഹിക്കുന്നത് റബ്ബിനാകണം. റബ്ബാണ് നമ്മളെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ എന്തുള്ളൂ, ഏത് പരീക്ഷണം അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഒരു ബസ്സിന് കൈ കാണിച്ചു, ബസ് കിട്ടിയില്ല. നമ്മൾ ബസ്സുകാരനെ കുറ്റം പറഞ്ഞു, പടച്ചോനെ കുറ്റം പറഞ്ഞു. പക്ഷെ ബസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആക്സിഡൻ്റായി. നമ്മൾ സാധാരണ ഇരിക്കുന്ന സീറ്റിൽ ആൾ മരിച്ചു. അപ്പോഴാണ് നമുക്ക് നമ്മൾ കയറാത്തത് നന്നായി എന്ന് തോന്നുക. ആ ബസ് കിട്ടാത്തത് പടച്ചോനോട് ചെയ്ത ഉപകാരമാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഖൈറ് എന്ന് നമുക്ക് എത്ര ആളുകൾ അവരുടെ അനുഭവം പറയണേ. ഒരു ജോലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഒരു ജോലിയിൽ മൂപ്പര് കുറേ കാലങ്ങളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിക്ക് മൂപ്പര് ഇങ്ങനെ കാലങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ആ പോസ്റ്റിക്ക് അവസാനം വെച്ച് ആയില്ല. അങ്ങനെ ഭയങ്കര നിരാശക്കായിട്ട് കുറച്ച് ദിവസം നിന്നു. ഒരു 2-3 മാസം കഴിഞ്ഞേക്ക് ആ പോസ്റ്റിലുണ്ടായിരുന്ന ആളെ ആ പോസ്റ്റ് തന്നെ കമ്പനി പിരിച്ചു വിട്ടു. ആ സാധു എങ്ങാനും ആ പോസ്റ്റിലെത്തിയെങ്കിൽ ആ പോസ്റ്റ് തന്നെ പിന്നെ ഉണ്ടാവില്ല. കാരണം ആ പോസ്റ്റ് തന്നെ കമ്പനി കോവിഡ് വന്നപ്പോൾ ഒഴിവാക്കി എന്ന് പറഞ്ഞു. ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഈ കമ്പനി നിൽക്കാൻ പറ്റി. അപ്പം അന്ന് ഭയങ്കര വിഷമം സങ്കടം. എത്രയും പ്രാർത്ഥിച്ചൊരു ജീവിതത്തിൽ മൂപ്പര് ലക്ഷ്യമായിട്ട് കണ്ട പോസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇങ്ങനെ പേപ്പർ വർക്കും ഫയൽ വർക്കും പണിയൊക്കെ എടുത്ത് നടന്ന് ലാസ്റ്റ് ആ പോസ്റ്റിലെത്താൻ നേരത്തെ എന്തോ പ്രശ്നമായിട്ട് കിട്ടിയില്ല. അത് കിട്ടിയിട്ട് ഭയങ്കര നിരാശയിലും സങ്കടത്തിലും നിൽക്കുമ്പോൾ ആ പോസ്റ്റ് ആ കമ്പനി ഡിസോൾവ് ചെയ്തില്ല, ഉണ്ടാക്കി താളോട് പിരിച്ചിട്ട്. അപ്പോഴാണ് വില മനസ്സിലായ പോസ്റ്റ് കിട്ടാത്തതിൻ്റെ പണിയോട് പോയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു കാര്യം വരുമ്പം അത് ആത്യന്തികമായി നന്മയാണോ തിന്മയാണോ എന്ന് നമ്മൾക്കല്ല തീരുമാനിക്കാൻ കഴിയുക. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് വന്നതെന്തും നന്മയാണ് എന്ന് റബ്ബിനെപ്പറ്റി ഒരു ഗുണകാംക്ഷയുള്ളവനെ അത് വിശ്വസിക്കാൻ പോയിക്കൊള്ളൂ. എൻ്റെ റബ്ബിനോട് അങ്ങനെ ചെയ്യൂല, അങ്ങനെ സംഭവിച്ചണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഖൈറുണ്ടാവും എന്നൊരാൾക്ക് പറയാൻ പറ്റണമെങ്കിൽ അത്രയും ബന്ധം പടച്ചോനേറ്റ് വേണം. ആ ബന്ധമാണ് ഈ ജീവിതം, ആ ബന്ധമാണ് ഈ നിസ്കാരം, ആ ബന്ധമാണ് ഈ നോമ്പ്, ആ ബന്ധമാണ് ഈ ഖുർആൻ, ആ ബന്ധമാണ് ഈ വഹി. അതല്ലാതെ ഐ ലവ് അള്ളാന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാലോ, മാഷാ അള്ളാന്ന് ഒട്ടിച്ചാലോ, ഐ ലവ് അള്ളാ എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാലോ, ഐ ലവ് മൈ നബി എന്ന് പോസ്റ്റ് ഇട്ടാലോ ആ ബന്ധം ഉണ്ടാവില്ല. ആ ബന്ധം എങ്ങനെ ഉണ്ടാവുള്ളൂ? അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ ബന്ധം ഈ വഹി ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഖുർആൻ പഠിക്കുമ്പോൾ, ഈ ഹദീസ് പഠിക്കുമ്പോൾ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പം, അതിൻ്റെ ആളായി ജീവിക്കുമ്പം, അത് പ്രബോധനം ചെയ്യുമ്പം, അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം, അതിലുണ്ടാകുന്ന പ്രതിസന്ധികൾ വരുമ്പം അതിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഇതിനൊക്കെ പ്രതിഫലം എനിക്ക് എൻ്റെ റബ്ബ് തരുമെന്ന ഒരു ബോധത്തോടുകൂടി അവസാന ശ്വാസം വരെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞ പോലെ 2 കാലും സ്വർഗത്തിൽ ആയി എന്ന് ഉറപ്പാകുന്നത് വരെ ഈ പരിശ്രമം തുടർന്നു കൊണ്ടേയിരിക്കുക. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും തളരാതെ അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ച്, അള്ളാഹുവിനെ മാത്രം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച്, ആ അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിൽ മുഴുവൻ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അള്ളാഹു കൂടെയുണ്ട് എന്ന അള്ളാഹുവിൻ്റെ സഹായം അത് നമുക്ക് കിട്ടും. അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കും. അതല്ലാതെ ഈ ലോകത്തെ, ഈ ദുനിയാവിലെ എന്തൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒന്നും
നമ്മുടെ മനസ്സിനെ ആത്യന്തികമായി തൃപ്തിപ്പെടുത്തൂല. ഒരു ലാസ്റ്റ് അനുഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇപ്പോൾ MDM എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, കൊക്കൈനേക്കാളൊക്കെ ഏറ്റവും സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് അടിച്ച ആളോട് ചോദിച്ചാൽ പറയാം, ഒരു കഞ്ചാവൊക്കെ അടിച്ചാൽ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ഇത് അടിച്ചാൽ 2 ദിവസം 3 ദിവസമൊക്കെ നിൽക്കുന്നതാണ് എൻ്റെ ഉസാറ്. നിങ്ങൾ ആലോചിച്ച് ഉറക്കം കൂടി ഉണ്ടാവില്ല, അങ്ങനെ കിക്കായി നിൽക്കുന്നു. 2 ദിവസമൊക്കെ ഒരാൾ കിക്കായി നിൽക്കുക, MDM അടിച്ചാൽ ഇത്തിരി MDM അടിച്ചാൽ. എന്നിട്ട് അടിച്ച ഒരാളെന്താ കാട്ടീനറിയോ, 5ാമത്തെ നിലയിൽ ഹോസ്പിറ്റലിൽ മേലെ കയറിയാണ് താഴത്തേക്ക് ചാടുമാറ്. ഞാൻ ചാടാൻ പോവുകയാണ്. എന്നിട്ട് ഫയർ സർവീസൊക്കെ വന്ന് താഴത്ത് വലിയും കെട്ടി ഇങ്ങനെ നട്ടപ്പായിരിക്കും നിൽക്കുക. എന്ത് MDM അടിച്ചോനാണ് ഇപ്പോൾ, ഓൻ്റെ സന്തോഷമാണ് ഇപ്പം അതിൻ്റെ മേലെ പോയിട്ട് ചാടി മരിക്കാൻ പോവാത്ര. എന്നിട്ട് ഓൻ്റെ വാപ്പാനെ വിളിച്ചപ്പോൾ ഓൻ്റെ വാപ്പ പറയാണ്, അങ്ങനെ ഒരു മകൻ ഓൻ ചാടി ചത്തോട്ടെ. ഒരു ബാപ്പ മകനെ പറ്റി അങ്ങനെ ചാടി ചത്തോട്ടെ എന്ന് പറയണമെങ്കിൽ ഓൻ്റെ ദുൽമ എത്രയ്ക്കാരൻ. അപ്പോൾ നമ്മൾ സൈക്യാട്രിസ്റ്റിനോട് ചോദിച്ചു എന്താ സംഭവം. ഇപ്പോൾ സൈക്യാട്രിസ്റ്റ് പറഞ്ഞാൽ എന്താ പറയുക, ഈ MDM ഒക്കെ അടിച്ചാൽ സന്തോഷമൊക്കെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ സങ്കടവും ആത്മഹത്യക്കാരൻ. കാരണം ഈ സന്തോഷത്തിനൊരു പരിധി ഉണ്ട്. ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു സാധനം തലച്ചോറിൽ വരുമ്പോഴാണ് ഈ സന്തോഷം കിട്ടണേ. അത് നമുക്ക് ബിരിയാണി തിന്നാൽ തന്നെ കിട്ടും, മന്തി തിന്നാൽ, നല്ലൊരു മന്തി തിന്നാൽ തന്നെ നമുക്ക് കുറച്ച് ഡോപ്പമൈൻ വരും അല്ലേ. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുമ്പോൾ ചെറിയ ഡോപ്പമൈൻ വരും, സന്തോഷം കിട്ടും. പക്ഷേ ഇതിൻ്റെ അളവ് കൂടും. MDMന് ഇത് ഒന്നായിട്ട് ചെറ പൊട്ടിയമാതിരി ഡോപ്പമീൻ വരും, പിന്നെ വരാല്ല ഡോപ്പമീൻ കഴിഞ്ഞ്. ഡോപ്പമീനൊക്കെ ഒരു കണക്കില്ലേ, അത് കന്ന് കഴിഞ്ഞാൽ പിന്നെ നിരാശയിക്കാരം. പിന്നെ ഇപ്പം നിങ്ങൾ ഈ ലോകത്തിൽ ഈ ലക്ഷറി ആസ്വദിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കി, ഈ കുറേ സന്തോഷം ഉണ്ടായാൽ പിന്നെ നിങ്ങൾ നിൽക്കൂല, അത് താവും താഴത്തേക്ക്. കാരണം അതിനൊരു ലെവലുണ്ട്. ഈ ദുനിയാവിൽ ഡോപ്പമിനൊരു കണക്കുണ്ട്. ഡോപ്പമിന് കണക്കില്ലാത്ത ഡോപ്പമീൻ സ്വർഗത്തിലാണ് വരിക. ദുനിയാവിലെ തലച്ചോറിൽ കണക്കില്ലാത്ത ഡോപ്പമീൻ വരൂല, അത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. അതുകൊണ്ട് എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ ലക്ഷറി ആസ്വദിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ നിരാശ വരും. നിങ്ങൾ നല്ല കായ് മുടക്കിയിട്ട് പുതിയൊരു iPhone 14 വാങ്ങി, കുറച്ച് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് iPhone 15 വരും. ഇതിനേക്കാൾ ഫീച്ചേഴ്സ് ഉണ്ടാവും, സങ്കടം വരും. നമ്മൾ 2-3 കോടി ഉറുപ്പ്യ ചിലവാക്കി ഒരു കൂട്ടി നല്ലൊരു വണ്ടി ലംബോർഗിനി വാങ്ങണം വിചാരിച്ച് പുതിയൊരു ലംബോർഗിനി വാങ്ങി. 6 മാസം കഴിഞ്ഞിട്ട് പുതിയ ലംബോർഗിനി ഇറങ്ങി, ഓട്ടോമാറ്റിക്. അത്ര നമ്മൾ ഉമ്മാൻ്റെ പെരന്ന് അടിച്ചോട്ട് ഉമ്മാൻ്റെ പെരയിൽ പോയി നിൽക്കും, ബാക്കിൽ ഇരുന്നാൽ മതി. അപ്പം നമ്മൾ ലംബോർഗിനി ഇപ്പം എന്താ കാട്ടുക, നിരാശയായി. 6 മാസം കൊണ്ട് 4 കോടി പോയി. ദുനിയാവിൽ അങ്ങനെയാണ്. ദുനിയാവിൽ എന്ത് ലക്ഷറിക്കും അതിൻ്റെ അപ്പുറത്ത് വേറെ സാധനം വരും. കുറച്ച് കഴിഞ്ഞാൽ മുടക്കിയ പൈസ ഫീലിംഗ് ആവും. ഫീലിംഗ് ഇല്ലാത്ത ലക്ഷറി, നിരാശ ബാധിക്കാത്ത ലക്ഷറി, അത് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് MDMഉം ഈ ദുനിയാവിൻ്റെ പളവളപ്പൊന്നും കണ്ടിട്ട് അത് ആസ്വദിക്കണമെന്ന് കണ്ടിട്ടൊന്നും നമ്മൾ ബേജാറാണ്ട ഒരു കാര്യമില്ല. അതിനൊക്കെ ഒരു പ്ലാറ്റുണ്ട്, ഒരു ഏജ് ഉണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ അത് നിൽക്കും. ഒരു പ്രായത്തിൽ ആസ്വദിച്ച ആസ്വാദനങ്ങൾ ഒരു പ്രായം കഴിയുമ്പോൾ ആസ്വദിക്കാൻ പറ്റില്ല. എല്ലാത്തിനും കുറേ ലിമിറ്റേഷൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ലൊരു ബിരിയാണി, നല്ലൊരു മന്തി നമുക്ക് ഇഷ്ടമാണെങ്കിൽ, മന്തി എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ഈ നേരം ആയതുകൊണ്ട് കേട്ടോ, നല്ലൊരു മന്തി നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ മന്തി ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് അതിങ്ങനെ സെറ്റപ്പാക്കി ഇങ്ങനെ ഒരു ഓർഡർ ചെയ്ത് 5 മണിയായപ്പം 6 മണിയായപ്പം ഡെലിവറി ബോയ് വന്ന് അതിൻ്റെ ഒരു മണക്ക് വന്ന് നോമ്പറന്നിട്ട് തിന്നണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ നമ്മളെ വാപ്പാക്ക് നെഞ്ഞുവേന ഇളകിയാൽ, നമുക്ക് തന്നെ നെഞ്ഞുവേന ഇളകിയാൽ ആ ബിരിയാണി 10 മണി വരെ അങ്ങനെ നിൽക്കും. പിന്നെ അതൊക്കെ ഒന്ന് തീരുമാനമായി, അറ്റാക്കില്ല, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് വന്നിട്ടേ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആ ബിരിയാണി എന്നുള്ളൂ. ബിരിയാണി അവിടെ ഉണ്ട്, നല്ല മന്തിയാണ്, മാണ്ട എന്തേ സഹോദരങ്ങളെ, എന്ത് മാറ്റാണ്ടായത്. ഒരു ചെറിയ പ്രശ്നം നമ്മളെ മനസ്സിൽ വന്നു, നമ്മൾ ആസ്വാദന ശേഷി നഷ്ടപ്പെട്ടു. ഇതാണ് ദുനിയാവ്. ദുനിയാവിൻ്റെ ആസ്വാദനങ്ങൾക്ക് പരിമിതികളുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് പരിമിതികളില്ലാത്ത ലക്ഷറി, പരിമിതികളില്ലാത്ത ആസ്വാദനം അത് ദുനിയാവില്ല, അത് ആഖിറത്തിലാണ്. അതിന് കിട്ടാനുള്ള പണിയെടുക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പാണ് ഈ ജീവിതം. അതിൽ മാക്സിമം പണിയെടുത്തിട്ട് മാക്സിമം പടച്ചോൻ്റെ തൃപ്തി നേടി ഈ സിറാത്തുൽ മുസ്തഖീമിൽ ഇങ്ങനെ നിന്ന് ഈ ഖുർആനും ഹദീസും പഠിച്ച് അത് പഠിപ്പിച്ച് അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് നമ്മളതിൻ്റെ ആളായി. ആരെങ്കിലും അങ്ങനെയല്ല എങ്ങനെയാണ് കച്ചറ ഉണ്ടാക്കുമ്പോൾ അവനോട് സലാം പറഞ്ഞ് ക്ഷമിച്ച് ഇതിൽ ഉറച്ച് നിന്നാൽ, അവസാന നിമിഷം വരെ ഇതിൽ നിന്നാൽ ഓനതിനുള്ള തൗഫീഖ് ഉണ്ടാവും. അള്ളാഹു നമ്മളതിൽ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.